രാഹുലിനെ കെണിവെക്കുവാൻ ശ്രമിച്ച കണ്ടനെയും ഹാഷ്മിയെയും പഞ്ഞിക്കിട്ട് കേരളത്തിലെ അമ്മമാർ. പ്രിയമുള്ളവരെ, രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 114-ാം ദിനമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം 24 ചാനലിൽ രാഹുലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ ഒരുക്കിയ ആ അഭിമുഖം രാഹുൽ പൊളിച്ചടുക്കി. രാഹുലിനെ സംസാരിപ്പിക്കാതിരിക്കുവാൻ ശ്രമിച്ച് വീണ്ടും ഇവർ ഉന്നയിച്ച ആ നാണംകെട്ട ആരോപണങ്ങൾ വീണ്ടും ചാർത്തിക്കൊടുക്കുവാൻ ശ്രമിച്ചപ്പോൾ രാഹുൽ അതിനെയെല്ലാം സമർത്ഥമായി പൊളിച്ചടുക്കി. ഇത് കണ്ട കേരളത്തിലെ അമ്മമാരുടെ പ്രതികരണം കേൾക്കുക. എന്റെ പേര് ഗായത്രി. എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളം ജില്ല. ഇന്നലെ ഹാഷ്മിയുടെ ഒരു ഇതുണ്ടായില്ലേ, രാഹുൽ മാങ്കുട്ടായിട്ട്. അതെ അതെ. ഞങ്ങൾ 5 മണിക്ക് ഇത് കണ്ടിട്ട് അവൻ ഗതികെട്ടിട്ട് 24 മാത്രമേ കാണാറുള്ളൂ, വേറെ ഒന്നും കാണാറില്ല. അപ്പം ഗതികെട്ടിട്ട് കാണണ്ടേ എന്തെങ്കിലും. അപ്പം ഹാഷ്മിയുടെ ഇത് കണ്ടു. ഇങ്ങനെ 5 മണിക്ക് ഞങ്ങള് നേരത്തെ കണ്ടു ലൈവില്. അപ്പം സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ ഹാഷ്മിക്ക് നാണവും മാനും ഉളുപ്പും ഉണ്ടോ ആ ചെറുക്കന്റെ മുമ്പിൽ ഇരിക്കാൻ? ഇല്ല. കാരണം അവൻ ആ ചെറുക്കനെ പറ്റി പറഞ്ഞ ഇൻട്രോ ഒക്കെ കേട്ടാ ഛർദിച്ചു പോകും. എന്ത് തൊലിക്കട്ടിയോടെ ആ ചെറുക്കന്റെ മുമ്പിൽ അവൻ ഇരിക്കാൻ യോഗ്യത? അവന്റെ ന്യൂസിന് വേണ്ടി വേറെ ആരുടെ അടുത്തും അവൻ പോവില്ല. ഇവരുടെ അടുത്ത് മാത്രമേ രാഹുൽ ഒരു ഇച്ചിരി ഇരിക്കുന്നില്ല, ഒരു ഇത് കൊണ്ടാണ് അവൻ പോയത് അവിടെ അവന് അഭിമുഖത്തിന്. വേറൊരു ചാനലുകാരുടെ മുമ്പിലും രാഹുൽ ഇരിക്കില്ല എന്നറിയാം. അപ്പൊ അത് മുതലെടുത്തതാണ് ഈ 24. പിന്നെ ഈ സ്ത്രീ ഗുണ്ടെന്ന് പറയുന്ന ചാനല് അവൻ ആ ചെറുക്കനെ പറ്റി പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് വാർത്തയില്, രാവിലെ കോട്ടും സൂട്ടും. ഇവൻ എത്ര ഭീകര ജീവിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീ ഗുണ്ടൻ പറഞ്ഞ വാക്കാണത്. സ്ത്രീ ഗുണ്ടന്നെ. കാരണം അവന്റെ പണ്ട് കാലത്തെ ചരിത്രമൊക്കെ അവന് ഇങ്ങനത്തെ ലീലാവിലാസം കേൾക്കാൻ ഈ സ്ത്രീ ഗുണ്ടന് ശരീരത്തിലൊരു ഇക്കിളിയാ. അവൻ അത്രയും രസാ. എന്നിട്ട് അവൻ പറയുന്ന വാക്ക് കേട്ടാല് എത്രയും പ്രായമായി ശവപ്പെട്ടി നോക്കിയിരിക്കുന്ന അവന്റെ വായിന്ന് വരുന്ന കേട്ടാല് അവന്റെ വീട്ടില് പെണ്ണുമാണൊന്നും ഇല്ലേ? അത്രക്കും വെറുത്ത വാക്കാണ് ഈ സ്ത്രീ ഗുണ്ടൻ പറയുന്നത്. അവൻ പറയുന്ന കോട്ടും സൂട്ടും ഇട്ടിട്ട് ഞാൻ അന്ന് അവന്റെ ഫോണിലേക്ക് കാർക്കിച്ച് തുപ്പിയതാ. എത്ര ഭീകര ജീവിയുടെ സ്റ്റാച്ചുലേ ഗതിയില്ലാതെ അവിടെ അപ്പുറത്ത് ഒരു ഇടുക്ക് മുറിയിൽ ഇവൻ ഒരു ചെറിയ ഒരു പെട്ടിയായിട്ടിരുന്നപ്പോൾ ഇവനെ മറ്റേ ചെട്ടി മുതലാളിയും ആളുകൾ ഇവനൊരു കോട്ടൊക്കെ മേടിച്ചിട്ട് കൊടുത്ത് പൊട്ടിയടിപ്പിച്ച് ഇവനെ മുന്നിൽ നിർത്തി അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വായിക്കുന്ന ഗതികെട്ട പണി ചെയ്യുന്നവനാണ്. അവന്റെ തൊഴിലാളിയാണ് ഹാഷ്മി എന്ന് പറയുന്നത്. അവൻ എന്ത് ചെയ്യും ഒന്ന് ഓർക്കട്ടെ. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തില് നമ്മളിപ്പോ ഒരു പറമ്പിൽ പണിയാൻ വന്നു, അവനോട് പണിയാൻ വന്നവനോട് എടാ തെങ്ങിന് തടവിട എന്ന് പറഞ്ഞാൽ അവൻ തടവെടുക്കണം, കുഴിയേറ എന്ന് പറഞ്ഞാൽ കുഴി എടുക്കണം. അതുപോലുള്ളൊരു ഗതികെട്ട ഒരു തൊഴിലാളിയാണ് ഈ ചെറുക്കൻ ആ ഹാഷ്മി. അവനെ വെറുതെ വിടും. അവൻ അപ്പാവിയോ അവൻ വയറ്റിപ്പഴപ്പിന് വേണ്ടി അവന്റെ മടിയിലിരിക്കുന്ന കണ്ടോ ഒരു കടലാസ് കഷ്ണം ഇവൻ എഴുതി കൊടുത്തതാ. അതിലേക്ക് കൊണ്ടുവരാൻ നോക്കി, പക്ഷെ ആണുങ്ങളെടുത്ത് അവൻ ഇരുന്നതെന്ന് അവൻ മറന്നുപോയി. അവൻ ഈ ആഷ്മി ഞങ്ങൾ ആ സമയം നോക്കി ഇരിക്കായിരുന്നു. കാരണം ഈ ബപ്പപ്പ ആഷ്മിനെ ബപ്പപ്പ എടുപ്പിക്കുന്നത് കാണാം. കാരണം അവന് ലാസ്റ്റ് ഈ ചെറുക്കൻ്റെ അടുത്ത് കളിക്കാൻ പറ്റില്ല. അവന്റെ തല ഇങ്ങനെ ഇടക്കിരുന്ന് അവനിങ്ങനെ ചൊറിയാണ് ഇങ്ങനെ അവൻ കാലുമേ കാല് കെട്ടി അവന്റെ മറ്റേ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച അവന്റെ ദേഹം ഒന്ന് അനങ്ങ പോലും ചെയ്തിട്ടുണ്ടോ? അന്ന് എത്ര സ്കൂളായിട്ടാണ് രാഹുൽ അവനെ തേച്ചൊട്ടിച്ചത്. ചെറിയ കൊച്ചുങ്ങൾ പറഞ്ഞു അവന്റെ വായയിൽ അണ്ണാക്ക് പൊട്ടിച്ച് കൊടുത്ത് ആ അങ്കിള്. അങ്ങനെ പിള്ളേര് പറയുന്ന കുറെ പിള്ളേരും കൂടിയായിട്ട് ഞങ്ങൾ കണ്ടത്. ആ പിള്ളേര് പറയുന്ന കേട്ടാൽ ആഷ്മി എന്ന് പറയുന്നവക്കിന് ഒരു മകളാ എങ്ങനെ ഉണ്ട്. അവൻ മൂത്ത് നോക്കൂല ആ കൊച്ചിന്റെ ഒന്നും, അവന്റെ മക്കളെ ഒന്നും മൂത്ത്. കാരണം അവന്റെ വീട്ടിൽ തന്നെ അവനെ തെറി വിളിക്കുന്നുണ്ടാവും. കാരണം ശ്രീകുണ്ടന്റെ എച്ചില് നക്കണ്ടേ പറഞ്ഞിട്ട് അവൻ ഈ ആഷ്മി കമ്മ്യൂണിസ്റ്റുകാരനല്ലേ. അവൻ എന്ത് അന്തസ്സിലാണ് ഇവനോട് ഇവന്റെ ബാച്ച് കാര്യവട്ടത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നവരോട് ചോദിച്ചാൽ ഇവൻ ആരായിരുന്നു പറയും. അവനാണ് ഇരുന്ന് ഈ ചോദ്യം ചോദിക്കുന്ന ഓർത്തോടെ. ഇന്നലെ എന്റെ കെട്ടിയവൻ ഫോൺ എടുത്തിട്ട് അറിയില്ല ഇങ്ങനെ തെറി വിളിക്കാം. ആഷ്മീര് ആ വർത്താനം കേട്ടിട്ട് അവന്റെ ഒരാൾക്കും ഞാൻ വേഗം കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനത്തെ തെറിയ വിളിച്ചത്. അവൻ ചോദിക്കാം ആഷ്മി രാഹുലിന് മാത്രമല്ലേ പെണ്ണ് കേസ് വരുന്നുള്ളൂ, വേറെ ആർക്കും വരുന്നില്ലേ? അപ്പൻ എന്റെ ഹസ്ബൻഡ് ചോദിച്ചത്, എടാ നിന്നെ ഏതവളാടാ നോക്കലി മരമാക്രി, നിന്റെ അടുത്ത് വരാത്തതിന്റെ കഴപ്പാണോടാ നീ കണ്ട ചെറുക്കനോട് ചോദിച്ചു നിൽക്കുന്നത്. അവൻ അവന്റെ അടുത്തേക്ക് ആരും പോവാത്തതിന്റെ കഴപ്പായിരിക്കും ഇവൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇവന് മാത്രമേ ഉള്ളൂ. എത്ര ആൾക്കാർക്കുണ്ട്? അവനെന്താവും പബ്ലിഷ് ആക്കാത്തെ? എന്താ സത്യസന്ധത ഇവൻ ചെയ്യാത്ത? ഈ ശ്രീകുണ്ടന്റെ ലീലാവിലാസം ഇവൻ വിട്ട് പറയാത്ത എന്താ? പണ്ട് എത്ര കാലത്ത് അവൻ പെണ്ണുങ്ങളെ ഉണ്ടാക്കി ശ്രീകുണ്ടൻ. അവന്റെ ഭാര്യയുടെ പേരിൽ എന്തൊക്കെയോ കേസ് വന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അവന്റെ ഭാര്യനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ അവന് ചൊറിഞ്ഞിട്ടുണ്ടല്ലേ.
ശ്രീകുണ്ടനെ. ഈ ശ്രീകുണ്ടനെ അത്രക്ക് അതപ്പതി. ഇന്ന് ഞാൻ ഈ വർഷം ഒരു 6 മാസം ഈ ശ്രീകുണ്ടന്റെ ചാനൽ പൊട്ടിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു. ഈ റിപ്പോർട്ടർ പോയി, അത് ഞാൻ പറഞ്ഞ സത്യമാണ്. ഈ ശ്രീകുണ്ടന്റെ നിന്ന് വിജയകുമാർ, അത് കേട്ട ആൾക്കാർക്ക് അറിയാം, വിജയകുമാറിനെ അവനും പോയി. ഇനി ആഷ്മി മാത്രമുണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ശ്രീകുണ്ടൻ പോവല്ലേ മോനെ, പോവല്ലേ മോനെ, നിനക്ക് ഞാൻ ലക്ഷങ്ങൾ തരാ പറഞ്ഞ് പിടിച്ചു നിൽക്കി. ആ വളവളപ്പനും പോയ ശ്രീകുണ്ടൻ വെറും ശ്രീകുണ്ടനല്ല, ശവപ്പെട്ടിയിലായി അവൻ. ഇതിനേക്കാൾ അന്തസ്സിൽ അവന് വേറെ പണിയെടുത്ത് തിന്നൂടെ, ശൗര്യം ചെയ്യാൻ പോയിക്കൂടെ ശ്രീകുണ്ടന്. ഇങ്ങനത്തെ അന്തസ്സില്ലാത്ത പരിപാടിയും ചെയ്തിട്ട് ചാനൽ നടത്തിയിട്ട് അവന് എവിടുന്നാ വെള്ളം ഇറങ്ങാണ്ട് ശ്രീകുണ്ടൻ. അത് നിങ്ങളൊക്കെ കണ്ടോ? അവൻ പുഴുത്ത ശ്രീകുണ്ടൻ. അവന്റെ 24 മണിക്കൂറും ഇല്ല, 24 ചാനലും പോകും. വെറും അതപ്പൊതിച്ച ചാനല്. മനസ്സിലായ? അവൻ എന്തിനു തിന്നുന്നവൻ ഇങ്ങനത്തെ. ആ ചെറുക്കനെ പറഞ്ഞ വാക്ക്, ആ അമ്മയുടെ കണ്ണീര് എത്ര. ഇവൻ ഈ ആഷ്മി പറയുന്ന വാക്ക് കേൾക്കുമ്പോ ഞങ്ങള് കരഞ്ഞിട്ടുണ്ട്. അതേപോലെ അവന്റെ അമ്മ കരഞ്ഞ കണ്ണീരിൽ ഇപ്പൊ ആ ഊളക്ക് നാണമില്ല. ഈ ചെറുക്കന്റെ മുമ്പിൽ പോയിട്ട് ഇരുന്നിട്ട് അവൻ അണ്ണാക്കിലേക്ക് ഈ ഏകലവ്യൻ അമ്പയച്ചടക്കം ശൂലാണ് കുത്തി ഇറക്കണ്ട ആഷ്മിയുടെ ആ ചെറുക്കൻ. അവൻ അന്തസ്സും തന്തക്കും 1-ാം തരം തന്തക്ക് പിറന്നവനായോണ്ടാണ് ആഷ്മിയുടെ മുമ്പിൽ അങ്ങനെ അവൻ പറഞ്ഞേ. അറിയോ? അവൻ കേസുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ അവന്റെ അണ്ണാക്കിലിട്ട് കൊടുത്തേനെ. സൂക്ഷിച്ചാണ് രാഹുൽ സംസാരിക്കുന്നത്. കാരണം അതിൽ പിടിച്ചിട്ട് അടുത്ത പണി കൊടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തത്. എന്നിട്ട് അവളുമാരെ അപമാനിച്ച് അവരെ അപകീർത്തിപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ജാമ്യം റദ്ദ് ചെയ്യാനുള്ള പണിക്ക് വേണ്ടിയാണ്, അവരുടെ പണി കൊടുക്കാൻ വേണ്ടി തന്നെ വിളിച്ചാണ് അവന്മാര്. പക്ഷെ നമ്മളെക്കാളും വിവരമുണ്ട് ചെറിയ കുട്ടികൾ, 10-15 വയസ്സായ കുട്ടികൾ പറയണം, അങ്കിളേ ആ വളവളപ്പന്റെ മുമ്പിൽ ഒന്നും പറഞ്ഞേക്കല്ലേ, അവൻ അതെടുത്തിട്ട് അടുത്ത വാർത്തക്ക് ഇടും. അങ്ങനെ വരെ പിള്ളേര് പറയണം ആ ചെറുക്കനോട്. നമുക്ക് മൊബൈലിലല്ലേ പറയാൻ പറ്റും. അപ്പൊ നേരത്തെ കഴിഞ്ഞ സംഭവമാണ്, കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനത്തെ കുട്ടികളുണ്ട് നാട്ടില്. കാരണം അത്രക്ക് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഈ കിളവിമാരും കെട്ടിപ്പിടിക്കാൻ പോകുന്നവളല്ല, 10-15 വയസ്സിലെ കുഞ്ഞുങ്ങൾ വരെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ചെറുക്കനാ. മനസ്സിലാകുന്നുണ്ടാ? എന്തുകൊണ്ട്? ഈ ആഷ്മിനെ വിളിക്കുന്ന തെറി കേട്ട് അവന്റെ അപ്പനും അമ്മയും വെറുത്തു. സത്യം, അവന്റെ അപ്പനും അമ്മനെ വിളിക്കുന്നേ ആഷ്മീരെ. അത്രക്ക് അവന്റെ അപ്പനമ്മനൊക്കെ നമ്മൾ കണ്ടതാ, കാണുന്നതാ. അവനൊന്നും നാണോ ഇല്ലേന്നാ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു മകനെ പറിച്ചു വിട്ടതിന്. അപ്പൊ അപ്പനും അമ്മയും വയസ്സായി ജീവിക്കുന്ന ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ആഷ്മിക്ക്? ഇങ്ങനത്തെ നെറികെട്ട സാധനം പറഞ്ഞ് ഉണ്ടാക്കി കിട്ടുന്ന കാശ് കൊണ്ട് മക്കള് ദഹിക്കില്ല ആഷ്മിന്ന്. അവന്റെ മക്കളൊന്നും വാഴാൻ നടക്കൂലെന്ന്. പിന്നെ ശ്രീകുണ്ടന്റെ പറയേണ്ട, അത് നിങ്ങൾക്ക് കണ്ടോ? അവൻ വെള്ളം ഇറങ്ങാണ്ട് പുഴുത്ത് മലവും മൂത്രം അവൻ തിന്നിട്ട് ശ്രീകുണ്ടൻ ചാവും. സത്യം. ഒരു ദിവസം ശ്രീകുണ്ടൻ അവന്റെ മലവും മൂത്രം അവന്റെ വായിലേക്ക് എത്തിയിട്ട് അവൻ മണ്ണടിയും. സത്യം പറയുന്നേ. പിന്നെ പിണറായി വിജയൻ, അത് ഇതിനോട് അവന്റെ കുലം മുടിയും. പിണറായി വിജയന്റെ ഇതിനോടെ ഈ ജന്മത്തിൽ ഇനി അവന് താഴ്വഴി ഉണ്ടാവില്ല. പിണറായി വിജയന്റെ താഴ്വഴി എന്ന് പറയാൻ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളൊക്കെ മരിച്ചാലും ഒരു താഴ്വഴി കാണൂല. അതിനോട് ദൈവം അടുപ്പതിക്കും. അവൻ കേറിയെന്ന് തുടങ്ങി ഈ ലോകം അവസാനിക്കല്. 10 വർഷത്തിനുള്ളിൽ എന്തൊക്കെ വന്നു. ശബരിമലയുടെ വരെ ഞങ്ങൾ വിധി എഴുതിയതാ, അത് വന്നു. ഇനി അതേ വരും. ഈ രാഹുൽ. പക്ഷെ ആഷ്മിയില്ലേ, ശ്രീകുണ്ടൻ പോയില്ലേ. പിന്നെ ബപ്പപ്പ ഒരു റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു, ബാപ്പളിച്ചി സുജയ, അവളും പോയി. ഇനി അതും പോയി. ഇനി ബിഗ് ടിവിയുടെ നാശ. അവള് പോയതാ ബിഗ് ടിവിയുടെ നാശ. സത്യം പറഞ്ഞു. അത് നിങ്ങൾ കണ്ടോ? കുറച്ച് കഴിയുമ്പോ അതും അതപ്പൊതിക്കും. കാരണം പോയതൊക്കെ അങ്ങനത്തെവളുമാരാ. കാരണം ഈ നാട്ടിൽ ആകെ ഉള്ളത് കുറച്ച് ഓൺലൈൻ സാധാ ചാനലുകാര്, നിങ്ങളൊക്കെ പോലെ സത്യസന്ധമായിട്ട്. നിങ്ങളുടെ ചാനലിൽ ഒരിക്കൽ ഞാൻ വിളിച്ചതാ, സത്യം. പിന്നെ VD സതീശൻ ആ ചെറുക്കനിട്ട് കൊടുത്തേ, അവൻ തന്തക്ക് പറഞ്ഞു. VD സതീശൻ ജന്മം ഇരുന്ന് അവൻ കരയും. ഈ ചെറുക്കൻ അവനെ ഒരു പോറലേൽപ്പിക്കാണ്ട് പറഞ്ഞു. അവൻ കള്ളു കുടിച്ചിരിക്കുന്നില്ല VD സതീശൻ. അവൻ ലാസ്റ്റ് ഇങ്ങനെ മാനത്തിൽ ഇങ്ങിരുന്ന് കരയും രാത്രി. കീറിയ നിക്കറും ഇട്ടിട്ട് നടക്കുന്ന CD സതീശനില്ലേ, അവനെയാണ് തോപ്പിക്കേണ്ടത്. പിന്നെ കരുണാകരന്റെ മോനില്ലേ, അപ്പനെ അപ്പൻ ഇത്രയും ഇതുണ്ടായിട്ടില്ല. അപ്പനെ പറയിപ്പിക്കാനായിട്ട് നാണം കെട്ടൊരു ജന്മം. ഇവൻ തിരുവനന്തപുരത്ത് BJP-ക്കാരെ ജയിപ്പിക്കാൻ വേണ്ടി കുറെ ഉണ്ടാക്കിയല്ലോ. കോൺഗ്രസിന്റെ പേരും പറഞ്ഞു നടന്നിട്ട് BJP-ക്ക് ഉണ്ടാക്കി കൊടുത്തല്ലോ. എല്ലാരും ചോറല്ലേ തിന്നുന്നേ അല്ലേ? ഞങ്ങളും ചെറുപ്പം മുതൽ മാർക്സിസ്റ്റുകാരെ ഇടയിൽ കിടന്ന് അംഗം പെട്ട് ജീവിച്ച കോൺഗ്രസ്സുകാരാ. അങ്ങനെ ജീവിച്ചു. വേദനയുണ്ട് ഈ ചെറ്റകളൊക്കെ കാണിക്കുന്ന കാണുമ്പോ. മനസ്സിലായാ? അവനൊന്നും ഒരു കാലത്തും ജയിപ്പിക്കില്ല. എവിടെ നിന്നാലും അന്ന് അവിടെ കോൺഗ്രസ് ജയിക്കും. കരുണാകരന്റെ മോൻ എവിടെ നിന്നോ അന്ന് അവിടെ തോക്കും, അവിടെ BJP ജയിക്കും. ഇതാണ് സത്യം. പിന്നെ ആഷ്മിയില്ലേ, അവന്റെ അവസാനത്തെ കളിയാ ഈ കളിക്കുന്നേ. അവൻ നാളെ അവന്റെ നോട്ട് അവൻ ഇൻട്രോ അടിക്കുന്ന കേട്ട അവന്റെ മറ്റവക്ക് ഉണ്ടാക്കിയ കളിയാ അവൻ കളിക്കുന്നേ. ഇവന് കിട്ടാത്തതിന്റെ കഴപ്പാണ് ഈ ആഷ്മി തീർക്കുന്നേ, വേറെ ഒന്നുമല്ല. ഈ അധികം ചാനലുകാരും അതെ, നമ്മളെ ആരും നോക്കുന്നില്ല, നമ്മളടുത്ത് ആരും വരുന്നില്ല കഴപ്പാണ് ഇവന്മാര് തീർക്കുന്നേ. ഈ ചെറുക്കൻ ആരടുത്തും പോയിട്ടില്ലല്ലോ. എല്ലാവരും എന്തിനാ ഈ ചെറുക്കന്റെ അടുത്തേക്ക് വരുന്നേ?
അപ്പൊ ഇവന്റെ ഒക്കെ വീട്ടിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ സാറേ, ഇവന്റെ ചാനലുമാരി ഇരിക്കുന്ന പെണ്ണും പിള്ളേരൊക്കെ വീട്ടില് ഓരോരുത്തിമാരുണ്ട്. അവളെ കെട്ടിയവന്മാര് ഇങ്ങനെ ഒരുത്തിനെയും കൊണ്ട് പോയാൽ ഇവളുമാരൊക്കെ അവളെ കൂടെ നിൽക്കുവോ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ കൂടെ ആണോ നിക്കല്? ഇത് നിങ്ങൾ ചോദിക്കും. ഈ ചാനലിലെ അവളുമാരെയൊക്കെ ഭർത്താക്കന്മാര് ഇങ്ങനെ ഒരുത്തി വല വീശി പിടിക്കാൻ വന്നിട്ട് അവന്റെ ഭർത്താവിന്റെ കൂടെയാണോ നിക്കല്? അയ്യോ അതിജീവിത പറഞ്ഞിട്ട് അവളെ കൂടെ ഇങ്ങനെ ഘോര അവള് വാർത്ത വായിക്കോ? വായിക്കില്ലല്ലോ. ഇപ്പൊ ഇതാണ് സത്യം. ഇവന്മാർക്ക് കാശിന് വേണ്ടി ഈ ആഷ്മി എന്ന് പറഞ്ഞാൽ അവൻ മൊത്തം മറ്റേന്ന് SFI മറ്റേതിന്റെ മണ്ണാങ്കട്ട ഉണ്ടാക്കി നടന്നവനാ. അവന്റെ രക്തത്തിൽ അതേ ഉള്ളൂ, വേറെ ഒന്നും അവന് വരില്ല. അവന് കാശ് കാണാൻ ശ്രീകുണ്ടന്റെ നടക്കുന്നവനാ ആഷ്മി, വേറെ ഒന്നുമില്ല. ശ്രീകുണ്ടം പെട്ടി നോക്കിയിരിക്കുമ്പോ ആരെങ്കിലും ഒന്ന് താഴ്വഴി വേണ്ടേ പറഞ്ഞിട്ട് ആഷ്മീനെ അങ്ങ് പിടിച്ചുണ്ടാക്കിയേക്കുക. അവനും പോകും ഗതികെട്ട് കഴിയുമ്പോ. പക്ഷെ ചെയ്ത പാപം തീരാണ്ട് പോവില്ല ഈ ഭൂമിന്ന്, അത് സത്യ. പിന്നെ സാറ് കുറെ നാള് സാറിന് ബുദ്ധിമുട്ടുണ്ടായി മാറി തന്നു നമുക്ക് മനസ്സിലായി. പക്ഷെ എത്ര ബുദ്ധിമുട്ട് വന്നാലും ഒറ്റ തന്തക്ക് പറഞ്ഞവനാണ്. ഒരുത്തനെയും പേടിക്കരുത് സാറ്. ചാവുമ്പോ ഒരിക്കലേ ചാവും. അത് ഇതായിട്ട് അന്തസ്സോടെ അഭിമാനത്തോടെ ചാവണം. അത് ഏത് മറ്റവന്റെ മുമ്പിലും പേടിക്കാണ്ട് സാറ് നിൽക്കണം. എന്റെ മകളൊക്കെ സാറിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. അത്രക്കും സത്യ. കാരണം അത്രയും തന്റെടാ. ഞാൻ പത്തനംതിട്ടന്ന് വിളിക്കുക. പേര് ഗീത. 24 ന്യൂസ് ഒരു അഭിമുഖം ഉണ്ടായിരുന്നല്ലോ മാങ്കൂട്ടമായിട്ട്. അത് കണ്ടായിരുന്നു. ഹാഷ്മി ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യല്ലായിരുന്നോ? എന്തേലും കിട്ടണം എന്നും പറഞ്ഞ് ഞങ്ങള് മാങ്കൂട്ടം ജയിലിൽ കിടന്ന് ഞങ്ങള് TV വയ്ക്കാറില്ലായിരുന്നു. ഇപ്പൊ ഈ ജാമ്യം കിട്ടിയതിനു ശേഷമാണ് ഞങ്ങൾ ന്യൂസ് കാണാൻ തുടങ്ങി തന്നെ. കാരണം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ച പോലെയുള്ള ഒരു വിഷമം. ഇതിപ്പം എങ്ങനെ അവസാനിക്കും? രാഹുൽ മാങ്കൂട്ടം ഇലക്ഷന് നിൽക്കുമോ? നിന്നല്ലേ പറ്റത്തുള്ളോ? ഇവന്മാർ ഇവനെ ഒതുക്കാൻ നോക്കുമ്പോ അവൻ അങ്ങനെ ഒതുങ്ങി കൊടുക്കണോ? ഒരിക്കലും ഒതുങ്ങി കൊടുക്കരുത്. സ്വതന്ത്രനായിട്ടെങ്കിലും പാലക്കാട്ട് നിൽക്കണമെന്നാ ഞങ്ങളെല്ലാം ആഗ്രഹം. ഉറപ്പായിട്ട് ജയിക്കും. എങ്ങനെയെങ്കിലും ഞങ്ങൾ അഭ്യർത്ഥിക്കുക, എങ്ങനെയെങ്കിലും എന്റെ പൊന്നുമോനെ നീ പാലക്കാട്ട് നിൽക്കണം, അവിടെ വിജയിച്ചു വരണം. സ്വതന്ത്രനായിട്ട് നിന്ന് തന്നെ വിജയിക്കണം. ഞങ്ങൾ എറണാകുളത്ത് വെച്ച് ഹാഷ്മിയെ കാണാനിടയായി. അപ്പം ഞങ്ങൾ ഹാഷ്മിയോട് പറഞ്ഞു, ഹാഷ്മി ഒരിക്കലും ഇങ്ങനെ കുത്തി നോവിക്കരുത്. ഇതിനൊക്കെ മുമ്പേ അവൻ ജയിലിൽ കിടന്ന ആ സമയങ്ങളിൽ നേരം പറഞ്ഞു, ഹാഷ്മി ഇങ്ങനെയൊന്നും പറയരുത് ചാനലില്, ഇതൊക്കെ സത്യം വരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എഴുതി തരുന്നതല്ലേ വായിക്കാൻ പറ്റത്തുള്ളൂ. അവനോട് വല്ല തൂമ്പാ പണിക്കും പോകാൻ പറയും. ഇതിനേക്കാളും നല്ലതല്ലേ? ഇതിനേക്കാളും നല്ല വേറെ ഒരെണ്ണമുണ്ട്, സുജയ പാർവതിയും, വേറെ ആ റിപ്പോർട്ടറിലെ അരുണും പരുത്തിക്കാടും. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിശ മനോരമ. ആ നിശയാണെങ്കിൽ ഈ പ്രശ്നം വന്നപ്പോൾ കുറെ നാൾ അവൾ ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു ഇതിൽ നിന്ന്. അപ്പൊ ഈ വിവരം പറയാൻ ഇപ്പം നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് നമ്പർ വന്ന് ഇതൊന്ന് വിളിച്ചത്, ഈ ഒരു വിവരം ഒന്ന് പറയാനായിട്ട്. അങ്ങനെ പുള്ളി പറഞ്ഞത്, ഞാൻ പാർട്ടി മരിച്ചാലും ഈ പാർട്ടിയെ വിട്ടുപോകില്ല, ഞാൻ നെഞ്ചിനകത്തുണ്ട്. അയ്യോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഒരു പയ്യനെ ഇങ്ങനെ ഇട്ട് അവന് ഒരു കുടുംബം ഉണ്ടെന്നോ അമ്മയുണ്ടെന്നോ, അയ്യോ എന്തുവാ ഇത്? അല്ലെ ഓരോ ക്വസ്റ്റ്യൻ അവൻ ആൻസർ പറഞ്ഞത്, എന്റെ ദൈവമേ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്ര മാനസികമായിട്ട് ബുദ്ധിമുട്ടാ, കരഞ്ഞു പോകും നമ്മള്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് മേരി. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു 24 ന്യൂസിന് കൊടുത്ത ഒരു ഇത് കണ്ടായിരുന്നു, അവതരണം ഭാഷണമായിട്ട്. നമ്മൾ ആഗ്രഹിച്ചു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. തുടക്കം മുതലേ കേസിന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാനൊരു വീട്ടമ്മയാണ്. നമ്മൾ രാഹുലിന് ഇങ്ങനെ ഈ മാധ്യമങ്ങൾ വലിച്ചീകരണം കണ്ടെത്തുന്ന ഒരു സങ്കടം തോന്നി. ഇതിലൊരു സത്യം എന്തെങ്കിലും പുറത്തു വരും, രാഹുൽ എന്താ മിണ്ടാത്തെന്ന് ആകെ ഒരു വിഷമത്തിലായിരുന്നു. ഇപ്പോഴാണ് രാഹുൽ പറഞ്ഞ സത്യം, ഇതിലൊരു സത്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ സത്യം രാഹുൽ തുറന്നു പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. രാഹുലിന് ഇങ്ങനെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. വളർന്നു വന്ന രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടി കുറെ പെണ്ണുങ്ങൾ കൂടി അവനെ ഇങ്ങനെ വലിച്ചു കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. കോൺഗ്രസിലെ ആരാ ഇതിന്റെ പിന്നിൽ നിന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഏത് നേതാവാ? മുഖ്യമായിട്ട് നിൽക്കുന്ന സതീശൻ.
പിന്നെ കരുണാകരന്റെ മകൻ രമേശ് ചെന്നിത്തല ഇവരൊക്കെയും കൂടെ കൂടിയിട്ടാണ് ഈ കൊച്ചനെ ഇങ്ങനെ ഈ രീതിയിലാക്കിയത്. നല്ലൊരു ഭാവിയുള്ള കൊച്ചനായിരുന്നു. അത് ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി പിന്നെ സ്വന്തം പാർട്ടി തന്നെ കാര്യം ഒറ്റിക്കൊടുത്തു, മറ്റേ പാർട്ടി അത് ഏറ്റെടുത്തു. ആകപ്പാട് വലിയ അവന്റെ ഒരു അമ്മയുടെ അവസ്ഥ ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. നല്ലൊരു ഭാവിയുള്ള കൊച്ചനായിരുന്നു. ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണ്, അമ്മമാരെല്ലാം രാഹുലിന് സപ്പോർട്ട് തന്നെയാണ്. ആ കൊച്ചനിങ്ങനെ വളരെ ആത്മഹത്യ ചെയ്യാത്തത് ഞങ്ങളുടെ അമ്മമാരുടെ പ്രാർത്ഥനയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാരണം രാഷ്ട്രീയ ഭാവിയുള്ള ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് കേട്ടോ സാറേ. ഞാൻ കോൺഗ്രസിന് ഇന്നുവരെ വോട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ന്യായത്തിന് പുറത്ത് നിൽക്കണം. അവൻ തെറ്റ് ചെയ്യാൻ അവൻ തന്നെയല്ലല്ലോ ഇതിനൊക്കെ പോയത്. ഇരു ഭാഗത്തും ആൾക്കാരുണ്ടല്ലോ. പിന്നെ അവനെ മാത്രം ഇങ്ങനെ വലിച്ചു കയറുന്നതിന്റെ കാര്യം എന്താണ്? ഈ ഇവളുമാരെയും കൂടെ ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇങ്ങനെ അവളമാരെ പറയുന്നുണ്ട്, പക്ഷെ പേര് പറയാൻ പാടില്ല, അഡ്രസ് ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ന്യായമാണ്. ഇവന് മാത്രം ഇങ്ങനെ വലിച്ചത്. ഇവനൊരു മനുഷ്യനല്ല, ഇവന് വലിയൊരു അന്തസ്സില്ല, ഒരു മാന്യതയില്ല, ഇവനൊരു ജീവിതമില്ല. ഇവന് എന്താ ഇങ്ങനെ കൊച്ചിന് ഇങ്ങനെ എല്ലാവരും കൂടി വലിച്ചു കയറുന്നത്? നല്ലൊരു കൊച്ചനായിരുന്നില്ലേ അവൻ? നല്ലൊരു ഭാവി, രാഷ്ട്രീയ ഭാവിയൊക്കെ ഉള്ള നല്ലൊരു പയ്യനായിരുന്നു. അപ്പൊ ഇങ്ങനെ കാണിക്കാണ്ട് വളരെ സങ്കടം തോന്നി. എപ്പോഴും അവൻ ന്യൂസൊക്കെ കേൾക്കും കേട്ടോ ഈ സത്യം. എന്തെങ്കിലും ഇവൻ രാഹുൽ എന്താ പറയാത്തതെന്ന് ഞങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ സന്തോഷമായി. ഇതിന്റെ സത്യം എന്താണെന്ന് നമുക്ക് ജനങ്ങൾക്ക് അറിയണമല്ലോ. എന്തായാലും ഇവൻ മുഴുവൻ തെറ്റുകാരനല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ അവന്റെ സ്വന്തം പാർട്ടിയാണ് അത് ഏറ്റവും സങ്കടം. അവന്റെ സ്വന്തം പാർട്ടിക്കാർ അവനെ ഇങ്ങനെ ഒറ്റിക്കൊടുത്ത് വലിച്ചു കയറാൻ വിട്ടതിലാണ് അവന് കീഴ്പോട്ട് വലിച്ചു കയറാത്തത് ഞങ്ങൾക്ക് വളരെ സങ്കടമാണ്. ഫുൾ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ അമ്മമാരെല്ലാം. ഞാൻ കോഴഞ്ചേരിന്ന് വിളിക്കുന്നത്. പേര് കൃഷ്ണൻകുട്ടി. മാൺകുട്ടത്തിന്റെ കാര്യം പറയാനുള്ളത്, കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ അവന്മാര് വിറച്ചുപോയി ഇതിനെ പിടിച്ച് ജയിലിലിട്ടപ്പോഴും. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എങ്ങനെയും രാഷ്ട്രീയത്തിൽ കയറണമല്ലോ. പക്ഷെ ഇവനെ സപ്പോർട്ട് ചെയ്താൽ ഇവർക്ക് അടുത്ത ഭരണം കിട്ടൂലെന്നുള്ള പ്രയാസത്തിൽ പേടിയിലായിരിക്കും ഇവർ അതിനെതിരായിട്ട് എന്ന് പറഞ്ഞത്. ഇവനെ യാതൊരു കേസും ഇല്ലാത്തവനെ ശോഭകേട് ചെയ്തിട്ട് കൊല്ലാക്കൊല ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ എന്ത് ജനപിന്തുണയാണ് അവന്മാർക്ക് കിട്ടുന്നത്? ഇവൻ കോൺഗ്രസ്സുകാർ നമുക്ക് അറിയത്തില്ല, തമ്മിൽ തല്ലേ. നമ്മളൊരു ചുമ്മാ ഒരു പഞ്ചായത്ത് മുമ്പ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ചവിട്ടിത്താക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസ്സുകാർ. ഇവനൊക്കെ വിവരമുണ്ടോ? എങ്ങനെയാലും ഈ മുടിഞ്ഞ പിണറായി എങ്ങനെയും ഇവിടുന്ന് ചവിട്ടി താക്കാനുള്ളതിന്, ഒന്നിച്ച് നിൽക്കാനുള്ളതിന് അവനൊക്കെ തമ്മിൽ കുത്തിയും തമ്മിൽ തട്ടിയും തമ്മിലടിച്ചും ഇവനൊക്കെ ഇങ്ങനെ കിടന്ന് മനുഷ്യൻ ഇവിടെ കിടന്ന് തെണ്ടുക. തൊഴിലില്ല, ഒരു ബിസിനസ് ഇല്ല. നമ്മളൊരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ വിറ്റ് നമ്മുടെ പെൺകുട്ടികളെ കല്യാണം അയക്കാനുള്ള പൈസ ഇല്ല. നാട്ടിൽ ദാരിദ്ര്യം മുടി നിൽക്കുക. പൈസ ഉള്ളവൻ്റെ പൈസ ഉണ്ട്, സാധാരണക്കാരൻ്റെ എന്തോ ഉണ്ടെന്നായി പറയുന്നത്. 10 വർഷം കൊണ്ട് കേരളത്തെ നമ്മൾ മുടിച്ചില്ലേ, ഇനി എന്തോ മുടിക്കാനാ? അടുത്ത 5 വർഷം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ മൊത്തത്തിലൊരു ഇടുക്കിടാൻ പൊട്ടിച്ച് വിട്ടാൽ മതി ഇനി ഇവൻ വരുന്നതിനേക്കാളും. ഏറ്റവും വലിയ ഒരു ഇതാ. എന്നിട്ട് ഈ തലപൊങ്ങി വരുന്ന ഈ പിള്ളേരെ ഇവനെയൊക്കെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തി ഈ സതീശൻ എന്ന് പറഞ്ഞ് ഈ കുപ്പായം തെപ്പിച്ചിരിക്കുന്ന ഈ വൃത്തികെട്ടവൻ ഇവൻ വന്നാൽ അതിനേക്കാളും ദൂരത്തുമായിരിക്കത്തില്ലേ? അവന് കോൺഗ്രസിൽ അവന് ആളുണ്ടല്ലോ, അവനെ പിന്താങ്ങാനുള്ള ആളുണ്ടല്ലോ അവന്മാര്. അല്ലെ ആരെങ്കിലും പറയണ്ടേ അവൻ ചെയ്താൽ നിങ്ങൾ ചെയ്ത് തെറ്റാണ്, ഇവനെ നമ്മളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല, വരുന്നവന് ചെറുപ്പക്കാരൻ പയ്യനാണ്. ഇവൻ മനസ്സിലാക്കണ്ടേ നമുക്ക് വളർന്ന തലമുറയാണ്, അവനെ അങ്ങനെ ഇല്ലാതാക്കാൻ പാടില്ല. അതിനേക്കാളും മുകേഷ് കിടക്കയില്ലേ, മുകേഷ് മറ്റേ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, ഇവരെല്ലാം കിടക്കുക. അവനൊക്കെ നല്ലവനാണോ? അവനെല്ലാം രാത്രി ഇരുട്ടാവണം സ്വഭാവം അറിയണമെങ്കിൽ. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പൊ കണ്ടില്ലേ, ഇന്ന് ഞാൻ അസംബ്ലി കണ്ടില്ലേ, ഇന്നലെ സോണിയാഗാന്ധി സ്വർണ്ണം പൊട്ടിച്ച് ബ്രേസ്ലെറ്റ് കിട്ടിയെന്ന് അവന്മാർ വിളിച്ച് പറയുക. ഈ സ്വർണ്ണം എല്ലാം കട്ടുകൊണ്ട് പോയി ശൗര്യമല്ലേ. ഇതെല്ലാം ഇതിന് അടിയിലാക്കാനുള്ള പരിപാടി അവന്മാർ കാണിക്കുന്നത്. അതിനുള്ള കഴിവ് വേണം. പിള്ളേരൊക്കെ ഇറക്കി നമ്മൾ പണി കൊടുക്കണം ഇവനൊക്കെ, എങ്കിലേ ഒക്കത്തുള്ളൂ. അല്ലാതെ ബബ്ബ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ബബ്ബ അടിച്ചോണ്ടിരിക്കും. ഇവൻ നമ്മൾ കേരളത്തിനെ തകർക്കുമാര്. ഈ കേരളത്തിൽ BJPയുടെ അടുത്ത സിസ്റ്റം ഇവന്മാര്, ഇവരെല്ലാം ഒരു സിസ്റ്റം തന്നെ. കണക്ക് കൂട്ടി വരുമ്പോൾ നമ്മളെല്ലാം ഒന്ന് എന്നെന്ന് വിചാരിച്ചുകൊണ്ടാണ്. സാധാരണക്കാരനും ജീവിക്കാനും ഒക്കത്തേ ഇല്ല. നമ്മൾ അവനെ പറ്റി സംസാരിക്കുന്നതിനെ അടിച്ച് എന്ത് ചെയ്യാനാണ്? നമ്മൾ ഈ നാട്ടിലേക്ക് ജീവിക്കണമല്ലോ എന്ന് ആലോചിക്കുക. നമ്മളൊക്കെ പിള്ളേരൊക്കെ ജോലിയില്ലാതെ വെക്കണമെന്ന് തെണ്ടി അറിഞ്ഞ വിദേശത്ത് ജോലിക്ക് പോവാ. ഇവിടെയുള്ള പിള്ളേർക്ക് ജോലിയുണ്ടോ? അതുമില്ല. അവൻ്റെ മറ്റവന്മാർക്ക് ഒരു ബാങ്കിലൊരു പിയൂണ് വേണമെങ്കിൽ അവൻ്റെ പാർട്ടിക്കാരല്ലേ കെട്ടിവിടുന്നത്. ഇത് എൻ്റെ ഫ്രണ്ടിൽ ഒരു കേരള ബാങ്കുണ്ട്. അവിടെയാണ് ഈ സ്ലീപ്പർ വർക്കിന് വേണ്ടി വെളിയിൽ ഈ പാർട്ടിക്കാരെ കയറ്റിയിട്ട് അത് ഒരു 6 മാസം കഴിയുമ്പോൾ ക്ലർക്ക്, അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കും. ഇതാ അവൻ്റെ പരിപാടി. സാധാരണക്കാരൻ നമ്മളെ പോലെയുള്ളവർക്ക് ഒന്നുമില്ല. എന്ത് ചെയ്യാനാണ്? എങ്ങനെ നാളെ നേരം വിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എന്ത് ചെയ്യണമെന്ന്. നമുക്കൊരു കാര്യത്തിൽ ആ കാര്യത്തിന് അവൻ ഇവിടെ ദാരിദ്ര്യമുക്തം ആക്കിയില്ലേ? ഇവിടെ ദാരിദ്ര്യം ഇല്ലേ? നമ്മളെ ഇവിടെയൊക്കെ നോക്കണം ആൾക്കാർ കൈ കാണിക്കുന്നത് നമ്മൾ പൈസക്കൊക്കെ ഓരോരുത്തർ. ദാരിദ്ര്യം ഇല്ലേ? ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. ഇത് എന്റെ പേര് അമ്മണി ജെയിംസ്. എവിടുന്നാ വിളിക്കുന്നേ?
ഇത് കുഴലങ്ങാട് രാഹുലിന്റെ കാര്യം കേട്ടിട്ട് എന്റെ സാറേ ഭയങ്കര സങ്കടം. രാഹുലിന്റെ പ്രായമുള്ള ഒരു മോൻ എനിക്കുണ്ട് സാറേ. മുറുകെ എന്തൊരു വേട്ടയാടലാന്ന് ഓർത്തേക്ക്, എന്ത് സംഘടിതമായി എല്ലാവരും ചേർന്ന്. അവൻ ഇന്ന് ജീവനോട്ടിരിക്കുന്നത് അവന്റെ ആ അമ്മയുടെ അവരുടെ കുടുംബത്തിന്റെ ഭാഗ്യം. എന്റെ മോൻ പുറത്തിറങ്ങി പോകുമ്പോൾ വരുന്നോട്ടം വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരകത്തും വരുത്തരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാറേ ഞാനിപ്പോ രാഹുലിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ആ കാണിച്ച ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ. സാറിനെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്ത്. അതാ പറഞ്ഞേ, നമ്മുടെ ശേഷിക്ക് നമുക്ക് പറ്റാവുന്ന എന്തൊക്കെയാണോ അതെല്ലാം അറിയാമല്ലോ. തുടക്കം മുതലായി എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ എന്റെ പേരിൽ ഇപ്പൊ 4 ജാമ്യമില്ലാ കേസുകളാ. 4 കേസ്. കൈ കിട്ടുന്ന കള്ളിനെ പിടിച്ച അത്ര ദേഷ്യം വരണ്ട. അവളോട് ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നു തിന്നുകയെന്ന് പറഞ്ഞാൽ ഇതിൽ പരങ്ങിയല്ല ചെയ്യാനുള്ളത്. മക്കളുള്ള ആരും ഇതൊന്നും ചെയ്യരുത് പിന്നെ സാറ്. ഈ കേക്കത്തിനും ഈ പിണറായിയുടെ കൂടെ കൂടിക്കൊണ്ടല്ലേ ആ മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കി കളഞ്ഞത്. ഇനി അവന് രാഷ്ട്രീയ ഭാവിയുണ്ടോ? അവന് ജീവിതത്തിലൊരു ഭാവിയുണ്ടോ? ആര് പറഞ്ഞു? അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇതൊക്കെ അവനെ വളർത്തിയേക്കുന്നേ ഉള്ളൂ. 4-5 മാസം അവൻ അനുഭവിച്ചതിന്റെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവത്തിൽ അവന് ഏറ്റവും വലിയ നേട്ടമായി മാറും അത്. എന്റെ പൊന്നു സാറേ, അന്ന് തൊട്ട് ഇതെന്നും കാണുകയും കേൾക്കുന്നത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നാ. ഞാനൊരു മലയാളം മലയാളിയാണ്, പൂനായിന്ന. എന്റെ പേര് രാജുൻ. ഞാനതായത് ഒരു 50 വർഷമായി നാട് വിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. സാറ് പറയുന്ന മിക്കവാറും ഞാൻ ചാനൽ കാണാറുണ്ട്. അതായത് ഞാൻ ഇവരൊക്കെ കൊച്ചുനാളിരിക്കുമ്പോൾ ഇവിടെ വന്ന് ജീവിച്ചു. ഈ മാങ്കൂട്ടത്തിനെ പറ്റി പറയുന്നതായിട്ട് ഞാൻ കേട്ടുന്നത്. ഞാനൊരു രോഗിയാണ്, ഞാനൊരു ക്യാൻസർ രോഗിയാണ്. ഞാനിപ്പം കിമോ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഇപ്പൊ സാറിന്റെ ചാനൽ കണ്ടു, ആ നമ്പർ അതിൽ കിട്ടി, അതുകൊണ്ടാ വിളിക്കുന്നത്. നിങ്ങളൊക്കെ വേണം പറയാൻ. അവൻ പാവം ചേർത്ത്. ഞാൻ നാളെ മരിച്ചു പോയാലും ആ പയ്യനെ നിങ്ങളെല്ലാവരും കൂടെ കൊണ്ടുവരണം. അവൻ നല്ലൊരു ഭാവിയിലെത്തും. സാറേ, ഞാനിവിടെ എറണാകുളത്തുനിന്ന് വിളിക്കുക. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നതിന് ശേഷം നല്ല രീതിയിലൊന്ന് ആഹാരം കഴിക്കുകയോ നല്ല രീതിയിൽ ദിനചര്യകളിൽ നാം അങ്ങനെ ഒരു പ്രാർത്ഥന പോലും ഈ ഒരു കേസിന്റെ കാര്യത്തിൽ വേണ്ടിയായിരുന്നു. ഇതിന് വിജയം കിട്ടണം എന്നായാലും. പണ്ട് ഇതിനു മുമ്പ് ഒരു സഹോദരി പറഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ ഒരു വല്ലാത്ത ഒരു ഇതുണ്ടായി. യേശു ക്രിസ്തുവിനെ ഞാൻ അവനിൽ കണ്ടത്. അവൻ നിശബ്ദനായിട്ട് ചിരിച്ചുകൊണ്ട്, യേശു പീഡകളെല്ലാം സഹിച്ചത് ചിരിച്ചുകൊണ്ടും നിശബ്ദനായിട്ട് നിന്ന് എല്ലാം സഹിച്ച് വിജയത്തിലെത്തി, ഉയർത്തെണീറ്റ് എന്നതുപോലെ ഈ മോന് എന്നായാലും നീതി കൊടുക്കണമെന്നുള്ള ഇവൻ അങ്ങേയറ്റം ആ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതുപോലെ ഇവനൊരു ആ ഡൽഹി വരെ അവൻ ഭരിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു കുഞ്ഞാണ്. ഇവന് ഈ വയസ്സായ കിളവന്മാരെ എല്ലാം ഈ നിയമസഭയിൽ നിന്ന് മാറ്റിയിട്ട് ഈ കുഞ്ഞിന് 1ാം സ്ഥാനം കോൺഗ്രസിൽ കൊടുക്കണം. ഇവന്മാരെല്ലാം തിരിച്ച് വിളിക്കും ഈ കുഞ്ഞിനെ. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഇത് സത്യം എന്നായാലും ജയിക്കുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ട്. ഒരുപാട് പേർക്ക് വിളിക്കാൻ അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെ വിളിച്ച് ഇതിന്റെ സത്യാവസ്ഥ ലോകരറിയട്ടെ. ഇന്ന് അതിന്റെ ആ ഹാഷ്മിയൊക്കെ എന്താണ്, ഹാഷ്മിയൊക്കെ നല്ല രീതിയിലാന്ന് വിചാരിച്ച ആ കൊച്ചൊന്ന് പറയാൻ സമ്മതിക്കത്തില്ല അങ്ങേര് കേട്ടോ. അതുകൊണ്ട് എല്ലാ രീതിയിലും അതിന് എല്ലാം എപ്പോഴും പ്രാർത്ഥന. ഈ ഐയുടെ എല്ലാം ഞാൻ കാണുന്നതാ. അത് നല്ല രീതിയിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സത്യം ജയിക്കും. രാധാകൃഷ്ണൻ വൈപ്പിൻ. ഇന്നലെ ഹാഷ്മിയായിട്ടുള്ള ചർച്ചകൾ ഒക്കെ കേട്ട് നമ്മള് ഇതുവരെ രാഹുലിനൊന്നും പറയാതിരുന്ന ശേഷമാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് അവന്റെ മാന്യത കൊണ്ടാണ് ഇത്രയും നാള് അവൻ ആ തരത്തില് നിന്നത്. എന്നിട്ടും ഈ പറയുന്ന സ്ത്രീകളെ അപമാനിക്കണ്ടെന്ന് വെച്ചിട്ട് അവൻ അവരുടെ പേരുകളും രഹസ്യമായ കോടതി ഈ മുറിയിലുള്ള തെളിവ് കൊടുക്കലും ഒക്കെയാണ് നടത്തിയിരുന്നത്. ഇത് ഉമ്മൻചാണ്ടിയെ പെണ്ണ് കേസിൽ കുടുക്കിയതുപോലെ ഉള്ള ഒരു കേസ് ഈ രാഹുലിന്റെ പേരിലും ഷാഫിയുടെ പേരിലും ഒക്കെ ഉണ്ടാക്കി ഈ ഭരണം തകർക്കാനാണ് ഈ തെണ്ടികൾ നോക്കുന്നത്. ഈ പിണറായി വിജയന്റെ
ടീം നോക്കുന്നത്. പിന്നെ നമ്മുടെ കോൺഗ്രസിലും ഉണ്ട് കേട്ടവാദി കേൾക്കാത്തവാദി. സതീശനല്ലേ ഇതെല്ലാം ആസൂത്രണം ചെയ്തിട്ട് കൊടുക്കുന്നത്? അതെ അതെ, അത് കേട്ടവാദി കേൾക്കാത്തവാദി ഇങ്ങനെ കയറെടുത്ത് അവരും കളിക്കുകയാണ്. അതായത് ഈ രാഹുലിന്റെ പോലെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒരാളുമില്ല. അപ്പൊ അവനെ തകർക്കാന്നുള്ളതാണ്. അവൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടീമിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അത് കണ്ടുകൊണ്ടാണ് ഇവർ കളിക്കുന്നത്. പിണറായി ആണെങ്കിൽ അതിലേറെ വലിയ കളിയാണ് കളിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മളെ നേതാക്കന്മാർക്കും കോൺഗ്രസ്സുകാരും തയ്യാറാവാനുള്ള അവര് നിൽക്കണില്ല. ഇവര് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവര് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറെ യുവാക്കളുണ്ട്. അവര് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മൂത്ത കോൺഗ്രസ്സുകാർക്ക് അത് തലവേദനയാവും. അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരെ ഒതുക്കി നിർത്തുന്നത്. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് പാർട്ടിയിൽ എടുക്കണം. അല്ലെങ്കിൽ ഈ BJP വളർന്നുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോഴത്തെ ഇവരുടെ ഈ നീക്കങ്ങളും നടപടികളും കണ്ടുകൊണ്ട് ജനം മനസ്സ് വെറുത്ത് മടുത്ത് ഇരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാതെ BJPക്ക് മുൻതൂക്കം ഉണ്ടാവും. അത് ഈ പെട്ടെന്ന് ഈ കാര്യം കോൺഗ്രസ് സോൾവ് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാവും. BJPയുടെ വളരെയും ചെയ്യും. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ജീന. രാഹുലിനോട് ധൈര്യമായിട്ട് രംഗത്ത് വരാൻ പറയും. അവനേക്കാളും വലിയ നാറികൾ ഇതിന്റെ ഉള്ളിൽ വലിയ ആളായിട്ട് ഞെളിഞ്ഞിരിക്കുമ്പോൾ ഇവൻ പേടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പല പെണ്ണുങ്ങളും ഇനിയെങ്കിലും പെണ്ണുങ്ങളെ കേസിൽ ശ്രദ്ധിക്കാൻ പറയാനോട് രാഹുലിനോട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പല വേഷത്തിലും ഭാവത്തിലും ഇറങ്ങും. ഞാനൊരു പെണ്ണ് തന്നെയാണ്. പക്ഷെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളൊരു സ്വഭാവമല്ല രാഷ്ട്രീയ രംഗത്ത് ആണുങ്ങളോട് ചില പെണ്ണുങ്ങൾ കാണിച്ചു കൂടുന്നത്. അതുകൊണ്ട് ഇനി പെണ്ണുങ്ങൾ ഏത് തരത്തിൽ വന്നാലും വിശ്വസിക്കരുതെന്ന് പറയാ. തന്റെ അടുത്തോടു കൂടി രംഗത്ത് വരണമെന്നും പറയാ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും രാഹുല് രംഗത്ത് ഇറങ്ങാനേ. തല കുനിച്ച് മാറി നിൽക്കരുത്. ഇവന് 10-50 വയസ്സായ തന്താര് വരെ വൃത്തിയുടെ സ്വഭാവം കൊണ്ട് ഈ രാഷ്ട്രീയ രംഗത്തുണ്ട്. എന്നിട്ടും അവരൊരു ചടുപ്പില്ലാണ്ട് കയറി ഞെളിഞ്ഞു കൂട്ടിയിരിക്കുമ്പോ ചെറുപ്പക്കാരായ പിള്ളേർ രംഗത്ത് വരാതിരിക്കാൻ വേണ്ടി പല വേഷം കെട്ടുകൾ എടുക്കും. ഈ പിള്ളേരോട് വരട്ടെ, ഈ വയസ്സന്മാരൊക്കെ മാറിപ്പോയിട്ട് പിള്ളേരോട് രംഗത്ത് വരട്ടെ. പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കണം, ഈ പെൺപിള്ളേർ പല വേഷത്തിലും വരുമ്പോ അവരെ വെട്ടിൽ വീഴാതെ സ്വന്തം കാര്യം നോക്കാനായിട്ടുള്ള ഒരു അറിവും കൂടി ഒരു വിവേകം കൂടി ഉണ്ടാവണം എന്നുള്ളത് മാത്രം. ഇത്ര മാത്രമേ എനിക്ക് രാഹുലിനോട് പറയാനുള്ളൂ. രാഹുലിന്റെ രംഗത്ത് വരണം, തന്റെ അടുത്തോടു കൂടി വരണം. കാഞ്ഞിരമറ്റത്തുനിന്നാ വിളിക്കണേ. പേര് എന്റെ പേര് ജോൺ, BP ജോൺ എന്ന് പറയും. VD സതീശൻ ജയിച്ചാലും വിജയൻ ജയിച്ചാലും അവർ രണ്ടുപേരെ തോപ്പിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു കോൺഗ്രസ്സുകാരനും ഇവർ ആരും വിശ്വസിക്കാൻ പറ്റൂല. സംഗതി VD സതീശന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ കുറെ നാളായി സാറിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി. പിണറായിയുടെ അപരനാണോ ഈ സതീശൻ? തീർച്ചയായിട്ടും പിണറായിയുടെ അവരും തന്നെ. അല്ലേ സാറിന് കോടിക്കണക്കിന് രൂപ അയാൾ ലാവിഷായിട്ട് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര ജനത്തിന്റെ അഭിപ്രായം ഉണ്ടായിട്ടും അയാൾ ഒരു കാര്യത്തിനും ഒരു ലജ്ജ എന്നുള്ള പറയണം ഇത് കാണിക്കുന്നുണ്ടോ അവൻ? താനീ വെള്ളക്കുപ്പായിട്ട് എന്നാ പറയണ അങ്ങനത്തെ ഒരു കാട്ടുമൃഗത്തിന്റെ സ്വഭാവം. അല്ലേ ഇപ്പോഴത്തെ കാലത്ത് ദൈവം കുറെ ചെറുപ്പക്കാര് നല്ല ചെറുപ്പക്കാര് കോൺഗ്രസ് പാർട്ടിയിട്ട് എനിക്ക് 74 വയസ്സുണ്ട്. ഈ പാർട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് അവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ട സ്ഥാനത്ത് തൻപ്രമാണിതം കാണിച്ചുകൊണ്ട് VD സതീശൻ ഈ തോന്നിയാസം കാണിക്കുമല്ലോ സാറേ. തോന്നിയാസം കാണിക്കുന്നത് മാത്രമല്ല സംഗതി, കോൺഗ്രസ് പാർട്ടിയെ ഇത്രയും നശിച്ചവരും ഭരണം ഉണ്ടായിട്ട് ആ പാർട്ടി നശിപ്പിക്കുക, എല്ലാവർക്കും ചേർത്ത് പിടിക്കേണ്ട സ്ഥാനത്ത് എല്ലാവരെയും നശിപ്പിക്കുക സാറേ. ഇതിപ്പോ പലരെക്കുറിച്ചും പലയിടത്തും എനിക്കറിയാവുന്ന കാര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇത് വെറുതെ പെണ്ണുകേസ്, വെറുതെ ഒരു ഇതും ഇല്ലാത്ത വിഷയത്തില് രാഹുൽ മാങ്കൂട്ടം ഞങ്ങൾ ചെറുപ്പക്കാരനല്ല സാറേ. ഇത്രയും ആൾക്കാർക്കും ഞങ്ങളെ പോലെയുള്ളവർ ഏജ്ഡായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഴയ പോലെ വർക്ക് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ. അപ്പൊ ചെറുപ്പക്കാരെങ്കിലും വളർന്നു വന്ന് ആരെങ്കിലും വളർന്നു പറ്റും സാറിന്. നാടിന് നന്നാക്കാനുള്ള ആൾക്കാർ വളർന്നു വന്നതാണല്ലോ ലക്ഷ്യം. അതിപ്പോ ആ രീതിയിലായി കഴിഞ്ഞ സംഗതി. ഇത് VD സതീശന് ഒരു കാരണവശാലും പിണറായി തോപ്പിക്കൂല. പിണറായിനെ ഒരു കാരണവശാലും VD സതീശന് തോപ്പിക്കൂല. അങ്ങനെ അവര് തമ്മിൽ തോളോട് തോള് ചേർന്ന് ഉള്ള ഇതായി. എന്റെ പേര് ചാക്കോച്ചൻ, പിന്നെ സ്ഥലം ചെങ്ങന്നൂര്. എല്ലാവരും പറയുന്നത് അവരൊരു പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് വരാൻ പറ, അല്ലാതെ എന്താ ചെയ്യുന്നേ? അല്ല എനിക്കല്ലല്ലോ, എനിക്ക് ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് ഈ രാഹുൽ ഗാന്ധിയും
ഈ സോണിയാഗാന്ധി ഒന്നും ഇതിനകത്ത് ഇടപെടാത്തതിന്റെ ആ ഒരു എന്താ എന്ന് പറയുന്നത്? അല്ല, അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നാശത്തിന്റെ കാരണം എന്താണ്? ഇവർ ഈ പ്രസ്ഥാനത്തിന്റെ നാശത്തിന് അധ്യക്ഷത വഹിക്കുകയാണെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും നല്ല കാരണം അവരൊക്കെ എത്രത്തോളം നിരുത്തരവാദപരമായ അലംഭാവമാണ് ഈ കാര്യങ്ങളിൽ കാണിക്കുന്നത് എന്നുള്ളതിന്റെ നമ്മള് വിറ്റ്നസ് ചെയ്യല്ലേ ഇതല്ല. നമ്മളിത് കേട്ടിട്ട് നമുക്ക് രോമാഞ്ചം കൊണ്ടത് ഇവർക്കൊക്കെ എന്താ? എന്നാ പിന്നെ ഇവര് കഴിയത്തില്ല, അവര് വീട്ടുമ്പോ കിച്ചടിയിലും അവിടെ എവിടെയെങ്കിലും പാപ്പർ ആരെങ്കിലും വേറെ ആരെങ്കിലും നടത്തട്ടെ. ഇവരെന്തിനാ ഈ പാർട്ടി നേതാവാണെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധിയാണെന്നും സോണിയാഗാന്ധിയാണെന്നും പറഞ്ഞ് ഇരിക്കുന്നത്? ഇവര് വേറെ പണിയൊന്നും ഇല്ല ഇവർക്ക്. ഇവര് കേരളത്തിൽ നടക്കുന്ന കോൺഗ്രസിന്റെ ഇത്രയും വലിയ പ്രവർത്തനം നടത്തി ഇത്രയും ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോ ഇവരെ ചെവി കൊണ്ട് കേൾക്കുന്നില്ലയോ? അതോ എനിക്കെന്താ ഈ അർജുൻ ഖാർഗെയൊക്കെ എന്തോത്തിന് ഇരിക്കുക ഉമ്മരെ? ഈ കേസിയുടെ അതാണോ കേസിയും BD സതീശനും ഒക്കെ ആണോ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം എന്നും പറഞ്ഞ് അവരിയ്ക്കുന്നത്? അവരില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ പോകുന്നതാണോ അവരുടെ ധാരണ? എന്തെങ്കിലും മറുപടി വരണം. അവരെ വിളിച്ചൊന്നും പറയാനുള്ള ഒരു സംവിധാനം ഇല്ലേ? ഇവര് ഈ ഷാബിയൊക്കെ അവരെ കാണാൻ പോകുന്ന എന്തോത്തിന്? ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാനല്ലേ ഇവര് കുറെയൊക്കെ ഈ നമ്മുടെ ചാനലിൽ കൂടി വരുന്ന കാര്യങ്ങൾ ഇവർക്ക് ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും കേൾക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെന്തേ? ഇതിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഒത്തിരി ആൾക്കാർ ഈ BJPയില് വോട്ട് കൊടുക്കാൻ നിൽക്കുക. കാരണം കോൺഗ്രസിന്റെ അനാസ്ഥമുണ്ട്. രാഹുൽ ഗാന്ധിയോടും ഈ സോണിയാഗാന്ധിയോടും ഒക്കെ ഒരുപാട് അമർഷമുണ്ട് ഒറിജിനൽ കോൺഗ്രസ്സുകാർക്ക്. കാരണം അവരൊന്നും രംഗത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് പ്രവർത്തിക്കാൻ അവർ കോൺഗ്രസ് പറഞ്ഞ് മരിച്ചു കിടക്കുന്നവരാ. പക്ഷെ അവരൊക്കെ ഇവർ പ്രതികരിക്കാത്ത ഇത്രയും നല്ലൊരു ജനസമ്മതിയുള്ള ഒരു നായകനെ വെട്ടി വീഴ്ത്തുമ്പോൾ ഇവർ ചുമ്മാ കൈയും കെട്ട് നോക്കിയിരിക്കുന്നത് കാണുമ്പം ജനങ്ങൾക്ക് സങ്കടമാണ്. ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഭാഷകൾ കേട്ട് കഴിഞ്ഞാൽ അവരെ ഇറ്റലിക്ക് പറഞ്ഞുവിടാനാണ് പറഞ്ഞത്. അവരിത് നേതൃത്വം വെച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഇത് പറയുന്നത് എടുത്തു നോക്കും, കേൾക്കുകയും കാണുകയും ചെയ്തു. നിസാരം സാറ് തന്നെ എന്തോരം ചർച്ചകൾ നടത്തി ഇതിനു വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു വിട്ടു. അതൊന്നും അവർ മൈൻഡ് ചെയ്യാൻ അവർക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യുന്നത്? വലിയ കഷ്ടമാണ് ഇവർ കാണിക്കുന്നത്. ഇവർ കാണിക്കുന്നത് ഭയങ്കര കഷ്ടമായി. രാഹുൽ ഗാന്ധി അവർക്ക് ഇവരോടൊക്കെ പറയുന്നത് നീ പോയിടാവുകയോ ഞങ്ങൾക്ക് തൻ്റെ ഇടമുള്ള കരുത്തുള്ള നേതാക്കന്മാരോ കേരളത്തിലുണ്ട്, ഇവന്മാരൊന്നും പറയണ്ട, മമ്മൂഞ്ഞ് പോലെ ഇരിക്കുന്നു ഇവനൊക്കെ എന്തോ ചെവി കടിച്ച് ഇവനൊക്കെയാണോ ഈ കേരളത്തിലെ കോൺഗ്രസ് എന്നാണോ ഇവരുടെ ധാരണ? ഇത്രയും ജനങ്ങൾ പ്രതികരിക്കുന്നൊക്കെ ഇവർക്ക് കേൾക്കുകയും കാണുകയും ചെയ്യില്ല. എല്ലാ ജനങ്ങളും ഒക്കെ പ്രതികരിക്കാൻ പറ്റില്ല. സാറിന്റെ കഴിവിന്റെ മാക്സിമം പരമാവധി ആൾക്കാരെ സംഘടിപ്പിച്ചത് ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇയാളെ ഇത് പോയില്ലയോ, ഇമേജ് പോയില്ലയോ സാബുവും ജേക്കബിന്റെ? ഇവനല്ലേ എന്തോ ഇമേജാ ഉണ്ടായിരുന്നത്? ഒരാൾക്ക് BJPക്കാരനാകാൻ ഈ നിക്കർ സാബുവിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. അപ്പം അവര് പിടിച്ചത് ഇവനെ കൂടെ കൊണ്ടുവന്ന് അങ്ങോട്ട്. അപ്പം ജനം അവന്റെ ഒറിജിനൽ ഇരിപ്പ് മനസ്സിലാക്കിയല്ലോ. അല്ല, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവൻ നീലക്കുറുക്കനാണ്, ഇവന്റെ ചായ ഞാൻ പറഞ്ഞത് കറക്റ്റ്. പലരും എന്നോട് പറയും, ഞാൻ പറയണേ ഇവരൊക്കെ ബിസിനസ് ആയിട്ട് നിൽക്കുന്നവർ പറയും ഇവന്മാർക്കൊക്കെ കാശ് ഉണ്ടാക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് ജനത്തെ പിടിച്ചാലും സർക്കാരിനെ പിടിച്ചാലും കാശ് ഉണ്ടാക്കുന്നത്. ആ കാശ് ഉണ്ടാക്കാനുള്ള വയ്യ ഇപ്പം ജനങ്ങളോട്. ഇവൻ ആദ്യമേ പറഞ്ഞു ഇവന്റെ കാര്യം കാണാൻ പിണറായിയുടെ ചന്തി കഴിക്കാൻ ഇവൻ കുറച്ചാൾ നിന്നെന്ന് പറഞ്ഞു. പിന്നെ മോടെ ഇതിനകത്ത് കാശിട്ട് കൊടുത്തു, ആ ബോംബ് അവന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു, അവൻ പൊട്ടിക്കെന്ന് പറഞ്ഞു. അവന്റെ നിക്കറിനകത്തിരുന്ന് പൊട്ടിയതല്ലാതെ അവൻ പറഞ്ഞില്ല. അതെ അവനെ ഇപ്പൊ ആന്ധ്രാക്കാർ കൊണ്ടുപോയി കുറെ സ്ഥലവും ഇതും കൊടുത്ത് അവര് ഇതിട്ടെന്നും പറഞ്ഞു. ഇവനെന്തോ ചെളിയാണ്. ഇവനും ഈ രീതി കാശുണ്ടാക്കുന്ന പരിപാടിയല്ലേ കാണിച്ചത്. ഇവൻ എന്നിട്ട് മറ്റവർക്ക് ഇലക്ട്രൽ ബോണ്ട് അവൻ കൊടുത്തു. ഇടതുപക്ഷത്തിന് ഇവൻ ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഇവൻ വിളിച്ചു പറഞ്ഞു. ഇവൻ എന്ത് വിശ്വാസ്യതയുള്ള. എന്നിട്ട് കേജ്രിവാളിന്റെ കയ്യും പൊക്കിക്കൊണ്ട് നടന്നു. ഇന്ന് ഇവന്മാരുടെ മറ്റേത് മുണ്ടുപൊക്കാൻ നടക്കുന്നു. ഇവൻ എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? ഒരു ക്രെഡിബിലിറ്റി ഇല്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എവിടെ നിൽക്കാൻ സത്യസന്ധയോട് നിൽക്കുന്ന ആളുണ്ടെന്ന് ഇങ്ങനെ നോക്കി വേണം. അപ്പം ഇവന്റെ പ്രഖ്യാപനത്തിൽ ഒരു കൂട്ടം ജനങ്ങളൊക്കെ വിശ്വസിച്ച് അങ്ങനെ അങ്ങ് പോയി. അതാണ് അതിന്റെ കാര്യം. അങ്ങനെ ഓരോരുത്തരും ഈ രാഹുലൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് എന്ന ഉമ്മൻചാണ്ടിയെക്കാട്ട് വലിയൊരു പേരും പ്രതിമയും കിട്ടും. കാരണം അവന്റെ ആ മറ്റ് സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് ജന സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പോകാതെ കണ്ട് ജനം എന്റേതാണെന്നുള്ള ആ കണക്കൂട്ടിൽ, ഞാൻ ജനത്തിന്റെ ആണെന്നുള്ള ആ കണക്കൂട്ടിൽ ഇനിയെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ ആരാകുമെന്നുള്ളത് അവന് തന്നെ ചിന്തിച്ചാൽ അറിയാൻ മേലാത്ത രീതിയിലാവും. അത്രമാത്രം വലിപ്പം കിട്ടും. പക്ഷെ അവന് മറ്റു രീതിയൊക്കെ കളയണം. അല്ലെ ജനം എനിക്ക് സപ്പോർട്ടുള്ളതുകൊണ്ട് ഇനി പ്രത്യേകത കാണിക്കുന്ന രീതി മാറ്റി വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ വലിയ നിലയിലാകും. അവരൊരു പാർട്ടി ഉണ്ടാക്കിയാൽ നല്ല നിലയിലാകും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കൊച്ചിന്ന് വിളിക്കുന്നു. 71 വയസ്സുണ്ട്. എന്റെ പേര് റസിയ. എനിക്ക് അന്നോലെ ഭയങ്കര പ്രയാസമാണ്. കൊച്ചിനെ ഇട്ട് ഇടങ്ങാറാക്കുന്നുണ്ടപ്പോഴേ തന്നെ
തോപ്പിക്കണം. ഈ മുരളീധരനും ചെന്നത്തല ഇവനെയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാരും തോപ്പിക്കാം. എന്നിട്ട് ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ഉയർന്നു വന്നാൽ മതിയായിരുന്നു. സതീശൻ അവനാണ് ആദ്യം, അവനാ ഓളും കൂടിയാണ് എല്ലാ ഒപ്പിച്ച് പാവത്തിന് എന്തെല്ലാം ചെയ്തിട്ടാണ് ഇത്രയും കുത്തിപ്പോക്കി ഇല്ലാത്തൊക്കെ വെച്ച് ഉണ്ടാക്കി ജയിലിലേക്ക് കടത്തി ഇതൊക്കെ ചെയ്തിട്ടും എല്ലാം ചെയ്തവരിക്കും മതിയായിട്ടില്ല. പാവത്തിന് യുവമാർക്ക് ഇതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയണത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾ കൊടുക്കും, കൃത്യമായ മറുപടി കൊടുക്കും. ഈ 3-4 പേരന്മാരെ നിൽക്കുന്ന സ്ഥലത്ത് തോപ്പിക്കുന്ന ആൾക്കാർ, എന്നാലും അവന്മാരെ നെഞ്ചത്തെ വെള്ളറങ്ങുള്ളൂ. കാര്യം ഞാൻ എന്റെ കുടുംബ പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ഇതാണ്. പ്രവർത്തനത്തിന് പോയില്ലെങ്കിലും ഞങ്ങൾ പണ്ട് പോലെ ഞങ്ങളെ ഉപ്പുപ്പാന്റെ കാലം പോലെ ഞങ്ങൾ കോൺഗ്രസ് തന്നെ. അതിലെ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു കൊച്ചിനെ എന്തിനാണ് ഇവന്മാർക്കൊക്കെ ഇല്ലേ മക്കളും ജ്യേഷ്ഠന്മാരും അന്യന്മാരും എല്ലാം, അതെങ്കിലും ഓർത്തുകൂടെ? ഇതിനൊന്നും ശിക്ഷയൊന്നും ഉണ്ടാവൂലേ? ഇപ്പൊ ഈ ശരിക്കും തെളിഞ്ഞു കഴിഞ്ഞാലേ അവൾക്കും അവനിക്കും ഒക്കെ അമ്മമാർക്കും ഒക്കെ ഇതിന് പ്രവർത്തിച്ചിട്ടുള്ളവർക്കൊന്നും. അല്ല, അവനൊക്കെ രാഹുൽ വിടുമെന്ന് തോന്നുന്നുണ്ടോ? രാഹുൽ ഇവരെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവനിപ്പോ അടങ്ങിയിരിക്കുക. പാവം അതിന് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കരുത്. ഇതിന് പ്രതികരിച്ച് തുടക്കം പോലെ പ്രവർത്തിച്ച സുനിക്കും അതിനോ പറച്ചവനും അതിനുള്ള ആയുസ്സും ആഫിയത്തൊക്കെ ആരോഗ്യമൊക്കെ തെറ്റ്. എന്റെ പേര് വെങ്കട്ടൻ. ഞാനൊരു 80 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, പട്ടാളക്കാരനാണ്, തെളിവല്ല. ഈ പറവുകാരനെ പറ്റി സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും എളുപ്പത്തിൽ ഒപ്പിച്ച് അവന്റെ കൂടെ തന്നെ ആ സ്ത്രീ ഇതിനും എല്ലാം കൂടെ ഒപ്പിച്ച പണികളാണ്. ഇവൻ കേരള യാത്ര നയിക്കാൻ പോകുന്നു ഈ ഇതുപോലെ മിടുക്കന്മാരെ ഒതുക്കിയിട്ട്. സതീശന്റെ ഒന്നാണ് ഞാൻ പറയാൻ. ഇയാളൊക്കെ ആയി കോൺഗ്രസ്സുകാരൻ. അതിന് വർഷങ്ങൾക്ക് 80 വയസ്സോളം ഞാൻ ഈ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഒരു കാലം മാറിയിട്ടില്ല. ഈ നാറികളൊക്കെ അധികാരമോഹത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ നടക്കുവാണ്. ആ സതീശരൂര് പിന്നെ ഇയാൾ കൊഴുന്നാടിനെ ഇങ്ങനെയുള്ള 2-3 അവരൊക്കെ ഈ കോൺഗ്രസിന് മുൻഗണന. ഈ നാറികളൊക്കെ എടുത്ത് കളയണ്ടേ സമയം കഴിച്ചു. കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്, പത്തനാപുരം. പേര് ജോളി ജോസ്. സാറിന്റെ മ്യൂസിയം കേട്ടോണ്ടിരുന്നയാ. അപ്പൊ എന്താ പറയാ, ഈ ഹാഷ്മി ആണെങ്കിൽ അദ്ദേഹത്തെ പറയാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. ഒരു സാമാന്യ മര്യാദയൊക്കെ ഇല്ലാത്തവർക്ക് എന്തിനാ ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ദിവസക്കൂലിക്ക് വയറ്റിപ്പഴുപ്പിന് പണിയെന്ന് പറയില്ല. അന്നേരം അവരുടെ മുതലാളി പറയുന്ന പണി ചെയ്യുക. ഇവനെ ഒന്ന് മാട്ടാനുള്ള കുറച്ച് ചോദ്യമൊക്കെ എഴുതി കൊടുത്ത് ഇവനെ പിടിച്ചിട്ട് ചോദിച്ചു. പക്ഷെ അവൻ ഇവനെക്കാളും മിടുക്കനല്ലേ. അവന്റെ ഒന്നും മുന്നിൽ ഇവനൊക്കെ പിടിച്ചിരിക്കാൻ പറ്റില്ല. പൊട്ടിക്കേറി പോകുന്ന കാഴ്ച അത് കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതെ, ഒരു പത്രപ്രവർത്തകന്റെ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു മാനേഴ്സ് പോലും അദ്ദേഹത്തിനില്ല. ഒന്നും പറയാൻ. ഇതിനെയൊക്കെ എങ്ങനെ ജേർണലിസ്റ്റ് എന്ന് പറയാൻ പറ്റും? ഇതൊക്കെ കൊട്ടേഷൻ. അതെ, ശരി പറയുമ്പം പുള്ളി ഓരോ ന്യായ കാര്യങ്ങൾ തെളിവ് സഹിതം പറയുമ്പോ ഇയാൾ അതിനെ ചോദ്യം ചെയ്ത് അതിനെ അങ്ങ് കുത്തി മറിക്കാൻ നോക്കുക. എന്താ ചെയ്യും? പിന്നെ രാഹുൽ സാറിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇതുപോലെ ഫോണിലൂടെ ഒക്കെ കണ്ട് വാർത്തയിലൊക്കെ അറിഞ്ഞിട്ടേ ഉള്ളു. അടുത്തുള്ള സ്ഥലക്കാരനാണെങ്കിൽ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. എങ്കിലും തെറ്റൊക്കെ മനുഷ്യരായിരിക്കാം. ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും. എന്നാലും നമുക്ക് അതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അതാണ് രാഹുൽ പറഞ്ഞത്. അതായത് ഒരു നിയമത്തിന്റെ മുന്നിൽ തെറ്റായിട്ടുള്ള കാര്യം അയാൾ ചെയ്തിട്ടില്ല. അയാളുടെ ഇവരുടെ പരസ്പര സമ്മതത്തോടെയോ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അന്നേരം അതൊക്കെ എങ്ങനെയാണ് തെറ്റാകുന്നത്? ഇത് മാത്രമല്ല, സ്ത്രീകളൊക്കെ അങ്ങ് അദ്ദേഹത്തെ ഇങ്ങനെ വശീകരിക്കുന്ന രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഏതൊരു മനുഷ്യനും അങ്ങനെയുള്ള അടുപ്പങ്ങളൊക്കെ ചിലപ്പോൾ വന്നിരിക്കാം. പിന്നെ ഡ്രസ്സിങ്, അവന്മാരുടെയൊക്കെ ഡ്രസ്സിങ് ഒക്കെ എന്തോ മര്യാദയില്ലാത്ത ഡ്രസ്സ് ഇട്ടും കൂടാ നടക്കുന്നത്. എന്നിട്ട് ഇവരങ്ങ് മീഡിയയിലൊക്കെ വന്നിരുന്ന് എന്തൊക്കെയാ പറയുന്നത്. ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആൾക്കാരും ഉണ്ടാവും. എന്താ ചെയ്യാം? പിന്നെ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി. ദൈവത്തിന്റെ നീതി എന്തായാലും കിട്ടും. അദ്ദേഹം തിരിച്ചിനിയും ഒരു നല്ല ഒരു അടുത്ത മത്സരത്തിലൊക്കെ ജയിച്ച് നല്ലതായിട്ട് വരണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയും. നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടല്ല എങ്കിൽ പോലും മൊത്തത്തിൽ നമുക്കൊരു മാനസികമായ ബോധത്തിന് തോന്നിയത് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഞാൻ ഉഷയാണ് ബോംബെന്ന്. രാഹുലിന്റെ ഇത് കണ്ടായിരുന്നു. ഞാൻ ആഷ്മിയായിട്ടുള്ള കോൺവെർസേഷൻ കണ്ടായിരുന്നു. അതിനകത്ത് ഒരു പ്രസക്തമായ ഭാഗം എനിക്ക് പറയാനുള്ളത്, രാഹുൽ പറഞ്ഞു പാർട്ടി എന്നെ കേട്ടില്ല എന്നുള്ളത്. ഈ വിവരം വെരി ഫസ്റ്റ് ഡേ തന്നെ രാഹുൽ അത് പറഞ്ഞതാണ്. ശ്രീ വി ഡി സതീശൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയ വിവരം എന്നോട് അറിയിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല എന്ന് അന്ന് രാഹുൽ പറഞ്ഞതാണ്. അത് ആരും ചെവിക്കൊണ്ടില്ല എന്ന്. ആരും അത് ഈ മീഡിയക്കാരും ആരും അതിനെ അങ്ങനെ ഇത് കാണിച്ചില്ല അത്. പക്ഷെ അന്നേ രാഹുൽ അത് പറഞ്ഞതാണ്. ഇപ്പൊ അഗൈൻ രാഹുൽ അത് തന്നെയാണ് പറഞ്ഞത്. അന്ന്
ഇവരത് കേട്ടിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ആദ്യത്തെ കംപ്ലൈന്റ് വന്ന ദിവസം രാഹുലിനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചിരുന്നെങ്കിൽ ഇത് ഈ രീതിയിൽ ഇവിടം വരെ എത്തുകയല്ലായിരുന്നു. ഇവർ കംപ്ലൈന്റ് പെരുമ്പഴ വരാൻ വേണ്ടി നോക്കിയിരുന്നു. അവർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണല്ലോ. അപ്പൊ അവർക്കറിയാം ഇതിങ്ങനെ ഒന്നിന് പുറമെ ഒന്ന് വരുമെന്ന്. എന്നിട്ട് അവർ അവസാനം ഓവർഫ്ലോ ആയപ്പോൾ കൊണ്ടുവന്ന് എടുത്ത് ആ പാവത്തിനായിട്ട് ഇതുപോലെ അലക്കി. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് ഞാൻ ഏഷ്യാനെറ്റ് കണ്ടത്, അതിനകത്ത് അവർ രാഹുലിനെ പറ്റി പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. പണ്ടൊക്കെ വീടുകളിൽ എഴുതി വെക്കും പട്ടിയുണ്ട് സൂക്ഷിക്കുക, ഇപ്പോൾ എഴുതി വെക്കുക രാഹുലുണ്ട് സൂക്ഷിക്കാന്ന്. ഈ പറഞ്ഞ മനുഷ്യരോടൊക്കെ ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് ഒരു സ്റ്റോറിയെങ്കിലും ആ പാവപ്പെട്ട മനുഷ്യനോട് പറയാനായിട്ട് ഒന്ന് പറയാം. ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി സൂക്ഷ്മതയോടെ ഉപയോഗിക്കാല്ലേ. ഇതൊരു മനുഷ്യന്റെ ജീവിതം വെച്ചിട്ടുള്ളൊരു കളിയല്ലേ ഇത് വളരെ വേദനയോട് പറയുകയാണ് സുനില. വളരെ ഞാൻ ഏഷ്യാനെറ്റ് അന്ന് ബന്ദ് ചെയ്ത ഞാൻ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആണ് ഇത് കേട്ടത്. ഞാൻ അതോടെ ബന്ദ് ചെയ്തതാ, ഞാൻ കാണാറേ ഇല്ല. അതുപോലെ ഇവരെടുത്ത ഈ സമീപനം ഉണ്ടല്ലോ, ഇവരെടുത്ത ഈ രാഹുലിന് വേണ്ടി എടുത്ത സമീപനം ഒരാളോടും ഇവർ ചെയ്യുന്നില്ല. രാഹുലിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഇവരൊക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കിയൊരു ആ പാവത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയെങ്കിലും ഇപ്പൊ ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്, അവൻ കോഴിയാന്ന് എനിക്ക് അറിയാവുന്നവർ. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് പാർട്ടിക്ക് നാണമില്ലേ അവരുടെ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു വിട്ടോണ്ട് ഇങ്ങനെ ഈ ചാനലിന്റെ മുമ്പിൽ വരാൻ? ഇവരെന്ത് CPM കണ്ടുപിടിക്കാത്തത്? അവരെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീകൾ വന്ന് അവരുടെ ഒരാൾക്ക് അഗൈൻസ്റ്റായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എത്ര കണ്ടാലും മനുഷ്യൻ പഠിക്കും. എന്താ ഒരു അച്ചടക്ക നടപടി ഈ പെണ്ണുങ്ങളുടെയൊക്കെ മേളിൽ എടുക്കാത്തത്? ഇങ്ങനെ വന്ന് വിളിച്ച് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു പഠിക്കണ്ടേ? നമ്മുടെ കൂടെയുള്ള ആരെയും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കുറ്റവാളിയാണെന്ന് പറയുന്നവരെങ്കിലും നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഇനിയെങ്കിലും ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ഫോൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ബലാത്സംഗം, രണ്ടാം ബലാത്സംഗം, മൂന്നാം ഈ ബലാത്സംഗത്തിന്റെ ഡെഫിനിഷൻ പോലും ഇവർക്കൊന്നും അറിയില്ലേ? വളരെയധികം വേദനയുണ്ട്. ഇത്രയും പ്രബുദ്ധ കേരളം, 100% ലിറ്ററസി കേരളം, എന്ത് കേരളമായത്? എന്താ ഈ മനുഷ്യരുടെയൊക്കെ ചിന്താഗതി? 50 വർഷത്തിനും പിന്നിൽ ഇവരൊക്കെ പോയിരിക്കുന്നത് ഇങ്ങനെ. മറ്റുള്ളവരെ കണ്ടുപിടിക്കാത്ത എന്താ? വേണ്ട, സ്വന്തം ബുദ്ധി ഉപയോഗിക്കണ്ട എന്നാൽ മറ്റുള്ളവർ കാണിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞ എന്താ, മുകേഷിന്റെ പീഡനത്തിന് തീവ്രത. ആ സ്ത്രീ ആ മുകേഷിനെ കുറ്റം പറഞ്ഞോ? അവരെ ഇത് ചെയ്യുമല്ലേ ചെയ്ത്? എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഇത് കണ്ടുപിടിക്കാത്തത്? അവർക്ക് അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഇത് വരട്ടെ. അത് വരുമെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നെങ്കിലും ഇവർക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഒരു പുതിയ അവതാരം ഇറങ്ങി വന്നിട്ട് ഇത്രയും കാലം ഇവളൊക്കെ എവിടെയായിരുന്നു? ഒരു എനിക്ക് പറയാനുള്ളത്, ഈ കോൺഗ്രസ് പാർട്ടിയോട് നിങ്ങളൊരു അച്ചടക്ക നടപടി എടുക്കുക ആദ്യമേ തന്നെ. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ അച്ചടക്ക ഇങ്ങനെ ഒരുപാട് ആവുന്നവരെ ഇവർ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഒരു ഫസ്റ്റ് കംപ്ലൈന്റ് ഒരാളുടെ പേര് വരുമ്പോൾ അയാൾക്ക് അഗൈൻസ്റ്റായിട്ട് അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞ് ഇതിങ്ങനെ വരുമോ? ഇത് ഇവരെല്ലാവരും കൂടി പ്രീ പ്ലാൻ ചെയ്ത് ഒരു മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റത്തില്ലേ നമുക്ക്? ഞാൻ ബഹ്റൈനിൽ നിന്നാണ് വിളിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മിഷൻ 250 എന്ന് പറയുന്ന അതിനെ സംബന്ധിച്ചുള്ള എന്റെ അഭിപ്രായം പറയാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെ ഒരു അലിഗേഷൻ പുറത്തു വന്ന ആദ്യത്തെ ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ കാരണം എന്നാന്ന് വെച്ചെന്നാൽ, അതിന് ഒന്നാമത്തെ കാര്യം, അയാള് ഒരു ഏബിൾ ബാച്ചിലറാണ്. അയാളൊരു കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് ഫസ്റ്റ് ആണ്, ഏറ്റവും ആദ്യം അതാണ് എൻ്റെ മുന്നിലുള്ളത്. പിന്നെ ഈ അയാളുടെ പുറകെ നടന്ന പെൺകുട്ടികള് ഒരു സുപ്രഭാതത്തിൽ അയാള് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞെന്നാല് അതിനൊരു വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ അത് പീഡനം നടന്ന ദിവസമോ അതിന്റെ പിറ്റേ ദിവസം അതിന്റെ ആ ആഴ്ചയിലോ അതിന്റെ പിറ്റേ ആഴ്ചയിലോ ഒക്കെ ആയിട്ടായിരുന്നു അവർ ആരോപണം ഉന്നയിച്ചിരുന്നതെങ്കിൽ അതിനൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ഇത് പശു ചത്തുമൂവരിന്റെ പുളിയും പോയി അതിനുശേഷം വന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു വിശ്വാസ്യതയില്ല. അതിന് വിശ്വാസ്യതയില്ല എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ടേ കൂട്ടാൻ പറ്റത്തുള്ളൂ. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും തള്ളി പറയാൻ പാടില്ലായിരുന്നു. കാരണം പാർട്ടി പ്രതിസന്ധിയിലായപ്പോഴൊക്കെ പാർട്ടിയുടെ മുന്നിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി നെഞ്ചും വിരിച്ച് വട്ടം നിന്ന ഒരു യുവാവാണ് അയാള്. അയാളെ പാർട്ടി തള്ളി പറഞ്ഞത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്കൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇല്ല, പക്ഷെ ഞാൻ മെമ്പർഷിപ്പ് ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ ജനിച്ചു വളർന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിലാണെങ്കിലും
കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നയങ്ങളെയും എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റുന്ന ഒരാളല്ല ഞാൻ. പല കാര്യങ്ങളും പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതും സത്യമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ അയാളൊരു ചെറുപ്പക്കാരനാണ്. അയാൾ കല്യാണം കഴിഞ്ഞാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അയാളെ ന്യായീകരിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. പക്ഷേ ഇത് അയാൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അയാൾ MLA ആകുന്നതിനൊക്കെ മുമ്പും സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ അയാളെ ക്രൂശിക്കുന്നതിനോട് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിശബ്ദതയാണ് ചോദ്യം ചെയ്തതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിശബ്ദത എല്ലായ്പ്പോഴും നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അയാൾ ഇന്നലെ 24 ന്യൂസിൽ വന്നു സംസാരിച്ചു, നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ ഉള്ളത് സംഭവം എന്നാന്ന് വെച്ചെന്നാൽ അയാൾ ഇത്രയും നാൾ സംസാരിക്കാതിരുന്നത് കൊണ്ട് അയാളുടെ എതിരാളികളുടെ കയ്യിലുണ്ടായിരുന്ന ട്രംപ് കാർഡ്സ് എല്ലാം അയാൾക്ക് കാണാൻ പറ്റി. അയാളുടെ എതിരാളികളിലുണ്ടായിരുന്ന കാർഡ് എന്തൊക്കെയാണ്, ഏത് കാർഡൊക്കെ എടുത്ത് എതിരാളികൾ കളിക്കും എന്ന് അയാൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റി. ഇനിയിപ്പോൾ അയാളുടെ കയ്യിലുള്ള കാർഡ് ഏതാണെന്ന് എതിരാളികൾക്ക് അറിയില്ല. അയാളുടെ കയ്യിൽ ഏത് കാർഡിട്ട് അയാൾ കളിക്കുമെന്നോ ഏത് കാർഡിട്ട് അയാൾ വെട്ടുമെന്നോ എതിരാളികൾക്ക് അറിയില്ല. അയാളുടെ കയ്യിലുള്ള ട്രംപ് കാർഡാണോ അത് എന്താണെന്നുള്ളത് എതിരാളികൾക്ക് ഒരു അറിവും ഇല്ലാതെ എതിരാളികൾ കളിക്കേണ്ടി വരും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തായാലും ഇനി ധൈര്യമായിട്ട് കളിക്കാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായിട്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയുന്നിടത്തോളം കാലം നമുക്ക് അയാളെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അയാളെ വിശ്വസിക്കുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷവും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലോ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത്, അയാൾ നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പാർട്ടി അയാൾക്ക് സീറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ മത്സരിക്കത്തില്ല. ചങ്ക് പൊട്ടി അയാൾ മാറി നിൽക്കും. എന്നാന്ന് വെച്ചെന്നാൽ ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ട ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാർട്ടി എന്നെ പുറത്താക്കിയപ്പോൾ എന്ന് പറഞ്ഞ് അയാൾക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇനി പാർട്ടിക്ക് പുറത്ത് നിൽക്കാനാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അതും പാർട്ടിയുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമായിട്ട് കാണുന്ന ഒരു രാഹുൽ മാങ്കൂട്ട. അയാൾക്കൊരിക്കലും പാർട്ടിയെ ധിക്കരിക്കാൻ പറ്റുമോ അല്ലെ പാർട്ടിയെ തള്ളിപ്പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ രക്തം കോൺഗ്രസിന്റെ രക്തമാണ്. തനി കോൺഗ്രസ്സുകാരൻ, ഒരു കറയില്ലാത്ത കോൺഗ്രസ്സുകാരന്റെ രക്തം. നമ്മൾ പറയല്ലേ, ഒരു ചുക്കും ചുണ്ണാമ്പും ആകാതെ രാവിലെ ജീവിതം അവസാനിച്ചു പോയിട്ടുള്ള വെറും സാധാരണ കോൺഗ്രസ്സുകാരല്ലേ, ആ കോൺഗ്രസ്സുകാരന്റെ രക്തമായുള്ളത്. അയാൾക്ക് കിട്ടിയതൊക്കെ ബോണസ് ആയിട്ടേ അയാൾ കൂട്ടത്തുള്ളൂ. അയാൾക്ക് അതില്ലെങ്കിലും അയാൾ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് നിലനിൽക്കും. പിന്നീടുള്ളത് എന്തൊക്കെയായാലും രാഹുൽ മാങ്കൂട്ട ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് പുറത്തു വരണം, ഒന്നേ പറ്റത്തുള്ളൂ. അത് ഒരു സാധാരണ ചെറുപ്പക്കാരന് ആവശ്യമാണ്. രാഹുൽ മാങ്കൂട്ടം അയാള് ഇതിൽ നിന്നും മോചിതനായി പുറത്തു വരിക എന്നുള്ള ഒരു സാധാരണ ചെറുപ്പക്കാർക്ക് അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് 2 ദിവസം ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ കാണുന്നതാണ്. വെറുതെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി ആ ചെറുപ്പക്കാരന്റെ ഭാവി അവർ ആദ്യം തന്നെ പറയത്തില്ല. അവരുടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവരുടെ ചാറ്റിൽ തന്നെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്, നിന്നെ രാഷ്ട്രീയമായിട്ട് വളരാൻ അനുവദിക്കില്ല എന്നുള്ളത്. ശരിക്കും അത് തന്നെയായിരുന്നു അവരുടെയൊക്കെ ആവശ്യവും, രാഹുലിനെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക. പക്ഷെ അത് അങ്ങനെ രാഹുലിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. രാഹുൽ അത്ര മിടുക്കനായ ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ വേണം. പിന്നെ ഒരു പരിധി വരെ ഈ രാഹുൽ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് എന്ന് നോക്കുന്നതാണ് നല്ലത്. അവന്റെ സ്വകാര്യ ജീവിതം എങ്ങനെയാ അത് നോക്കി ഒരുത്തിനെ വിലയിരുത്തേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എൻ്റെ മഹാത്മാഗാന്ധി പോലും അയാളുടെ പ്രൈവറ്റ് ലൈഫ്, ഫാമിലി ലൈഫിൽ പരാജയമായിരുന്നു. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ് പരാജയമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ മക്കളൊക്കെ ഏത് ലെവലിലായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കാതിരിക്കുന്നത് നല്ലത്. അയാളുടെ പൊളിറ്റിക്കൽ ലൈഫ് എത്രത്തോളം നന്നായി പോകുന്നുണ്ടോ, അയാളുടെ പൊളിറ്റിക്കലി അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അയാൾ വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും പൊതുജനങ്ങൾക്ക് നല്ലത്. ഇതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കട്ടയ്ക്ക് രാഹുലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഹലോ, ഞാൻ തൊടുപുഴ താലൂക്ക്, ഇടുക്കി ജില്ല തൊടുപുഴ താലൂക്കിൽ നിന്ന് വിളിക്കുന്നു. ഞാനൊരു വീട്ടമ്മയാണ്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ I2 ന്യൂസ് എന്നുള്ള അത് കാണാറുണ്ട്, എപ്പോഴും ന്യൂസ് കേൾക്കാറുണ്ട്.
അപ്പം രാഹുലിന്റെ കേസ് മൂന്നും ചുമ്മാ വെറുതെ വിട്ടുപോയല്ലോ, തെളിവുകളൊന്നും ഇല്ലാതെ വിട്ടുപോയല്ലോ. അപ്പൊ രാഹുലിന് സ്വതന്ത്രനായിട്ടാണാലും സീറ്റ് കിട്ടിയില്ലെങ്കിൽ, നിയമസഭ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രനായിട്ടാണാലും മനസ്സിലേക്കാവല്ലോ. ഈ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും പിന്നെ ആ മുരളീധരന്റെ ചുണ്ടാണ് തത്തമ്മ ചുണ്ട്, തത്തമ്മ ഉള്ള ചുണ്ടല്ലേ അത്. ആ തത്തമ്മ ചുണ്ടുള്ളവനും വർത്താനമൊക്കെ പറയുന്നത് അവനൊക്കെ വലിയ പുള്ളിയാ, കോൺഗ്രസിന്റെ അകത്തെ ആളാന്നുള്ളൊരു കാരണം കൊണ്ടിരിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ രാഹുൽ മത്സരിക്കണം. ഞങ്ങൾ ഒത്തിരി അമ്മമാർ ഇത് കാണുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹം ഉണ്ട്. അവൻ സ്വതന്ത്രനായിട്ടിരുന്നാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജീവിക്കും. കാരണം 37 വയസ്സുള്ള ഞങ്ങൾക്കും ഉണ്ട് അത്രയും പ്രായമുള്ള മക്കള്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചെറുപ്പക്കാരനെ ആ 18 ദിവസം പോയി ആ ജയിലിൽ പോയി കിടന്നിട്ട് വന്നിട്ട് ഒരു പ്രതികരണം. ഇന്നിപ്പോ ഹാഷ്മിയുമായിട്ട് സംസാരിക്കുന്നു, അതും കേട്ടു. ഹാഷ്മിയുടെ ആ പ്രതികരണവും രാഹുലിന്റെ പ്രതികരണവും എല്ലാം കേട്ടു. എന്തായിരുന്നാലും രാഹുലിന് സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കണം. രാഹുലൊക്കെ കയറി വന്നാലേ ഇനി കേരളം മെച്ചപ്പെടുകയുള്ളൂ. അല്ലെ മെച്ചപ്പെടുകയൊന്നുമല്ല, അടിയേ പോകും. സമ്മേളനം കൂടാൻ പോയിട്ട് കുറെ ആമയെ വളർത്തോളാൻ പറഞ്ഞല്ലേ. കേരളത്തിന് വികസനം ഇല്ലാത്തതുകൊണ്ട് ആമ ഇനി വെള്ളത്തിൽ ചുട്ട് തിന്നാ, ഇനി വേറെ ഒന്നും നടക്കുകയില്ല. ഇവരൊക്കെ കയറിയല്ലേ സാധാരണ അമ്മമാർക്കും എല്ലാം കിട്ടുള്ളൂ. രാഹുലിനെ പോലുള്ള ചെറുപ്പക്കാർ കയറിയത്. ഞാൻ പെരുമ്പാവൂർക്കാരൻ നാസർ. LDF അധികാരത്തിൽ വരുവോ? ഈ കേക്കച്ചൻ ഈ പണിയുമായിട്ട് നടന്നാൽ വരും. കേക്കച്ചൻ വിചാരിച്ചാൽ വരും. അവൻ കേരള യാത്രയ്ക്ക് ഒരുങ്ങും. എന്തോന്നും അവനെ കുതുകാൻ ഞാൻ പറയണുള്ളൂ. ഇങ്ങനത്തെ ഒരു ജന്മം വായെടുത്തിട്ട് നുണയെ പറയുള്ളവൻ. വാ തുറന്നാൽ നുണയല്ലാതെ പറയല. എന്തെങ്കിലും കാര്യം പറഞ്ഞവൻ. പറവൂരൊക്കെ എങ്ങനെയാ അവനിക്ക്? അവനെ അവിടെ പറവൂരുകാർ നോക്കിയിരിക്കാ തോപ്പിക്കാൻ കള്ളനെ. ആ തോക്കണമെന്ന് ഞാൻ പറയണു. തോപ്പിച്ചില്ലെങ്കിൽ അവൻ അധികാരത്തിൽ വന്ന 24 മണിക്കൂർ ഹർത്താൽ അവിടെ. ഇങ്ങനത്തെ ഒരു നാറി. ഞാൻ പത്തനംതിട്ട ജില്ലയില് താമസിക്കുന്നതാണ്. എൻ്റെ പേര് സുഭാഷിണി എന്നാണ്. സാറേ, ഞാനേ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ നല്ലതായ ഒരു, എനിക്കിപ്പം പറയുകയാണെങ്കിൽ പ്രായം അനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ മകളുടെ പ്രായമാകുന്നില്ല. അപ്പം എനിക്കിത് കുറേ നാളുകൊണ്ട് ഞാനിതിങ്ങനെ കേട്ട് ഈ ഒരു നല്ല മനുഷ്യൻ്റെ നല്ല മനസ്സിനെ എന്തുമാത്രം അഭിനന്ദിക്കുന്നവരാ ഞങ്ങളൊക്കെ എന്നറിയോ. ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ ആർക്കും പറ്റാത്തത് കൊണ്ടാണ് ഇത് വെളിയിലോട്ട് വരാത്തത്. ഈ സാറിൻ്റെ പേർക്ക് ഇതേപോലുള്ള ഈ ആരോപണങ്ങൾ ദിവസവും കേൾക്കുന്നതിന് ഈ പെണ്ണുങ്ങളെ, ഇതുപോലെ വരുന്ന പെണ്ണുങ്ങളെ ഒക്കെ വേണ്ടിയിട്ട് ഒരു കോടതിയിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ട് ഇതിന്മേൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതിന് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും സാറേ. കാരണം നല്ല മനുഷ്യൻ്റെ നല്ല മനസ്സിൻ്റെ ഉടമയെ, ഇതുപോലൊരു നല്ല അമ്മയുടെ ഒരു മകനെ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, ഞാൻ എൻ്റെ അമ്മയെ കണ്ടാ വളർന്നതെന്ന് പറയുന്നു. ഏത് മനുഷ്യരും അങ്ങനെ പറയുന്ന ഒരു ആൺകുട്ടികളുണ്ടല്ലോ, ഒരു ആൺപിള്ളേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞുണ്ട്, അവർക്ക് ആ ഒരു മനസ്സിലാക്കാൻ കഴിയും. പിന്നെ തെറ്റ് ചെയ്യാത്തവരാരും കാണുകയില്ല. അങ്ങോട്ട് വന്നാൽ തെറ്റ് ചിലപ്പം ചെയ്ത് കാണുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ രണ്ടുപേരും കൂടെ പങ്കിട്ടെങ്കിൽ ഇത് ഇത്രയും നാണം കെടുത്തേണ്ട കാര്യമുണ്ടോ? എന്തിനിങ്ങനെ നാണം കെടുത്തുന്നു? ഞാൻ ചോദിക്കട്ടെ, അവർക്കും ഒരു കുടുംബവും ജീവിതവും വീട്ടും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇല്ലേ? ഇങ്ങനെ വരുന്ന പെണ്ണുങ്ങൾക്ക്, ഈ പെണ്ണുങ്ങൾക്കൊരു സഹോദരങ്ങളൊക്കെ ഇല്ലേ? അവരെന്ത് വിചാരിക്കും? അവർക്ക് മേലിൽ ഇതിന് പറ്റുന്നെങ്കിൽ, ആരുടെയും ഭാഗത്തുനിന്ന് ഒന്ന് സംഭവിക്കുന്നെങ്കിൽ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോ മനുഷ്യനെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞ് ഈ പെണ്ണുങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയേക്കുന്ന ഒരു കഷ്ടമല്ലേ ഇത്? ഒന്നെങ്കിൽ ഈ മനുഷ്യൻ, അതായത് ഈ ചെറുപ്പക്കാരന്, ഈ നല്ല മനസ്സിൻ്റെ ഉടമ ഈ മാങ്കൂട്ടത്തിനെ, അല്ലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ വെറി പിടിപ്പിച്ച് ഇതേ രീതിയിൽ എന്ത് പറയുന്ന ഇങ്ങനെ നാറ്റാനേ, ഇവർക്കൊക്കെ എന്താ ഇതിനൊക്കെയുള്ള അധികാരം? ഇവർക്കൊക്കെ ഒരു മനുഷ്യത്വം ഉണ്ടോ? ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമോ? സത്യം പറഞ്ഞാണ്ടല്ലോ, ഇതുപോലുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, എൻ്റെയൊക്കെ ഭാഷ നല്ല രീതിയിൽ നാടൻ ഭാഷ പറയാന്നില്ല, മുറ്റം തൂക്കുന്ന ചൂല് വേണം എടുത്ത് വിളുമാരെ, ചൂല് കൊണ്ട് വിളുമാരുടെ മുഖത്ത് വായിലിരിക്കുന്ന പല്ല് ഓരോ പെണ്ണുങ്ങൾ തെരുവിലിറങ്ങി ചെയ്യണം. ഇതാണ് വേണ്ടത്. എത്രയോ പെണ്ണുങ്ങളെ ഇതുപോലെ കൊണ്ടുപോയി ഓരോ ആണുങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ചിരുന്നു, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു. അവർ പോലും പറയാത്ത പരാതികളും പോലും അവരുടെ ഭാഗത്തുനിന്ന് പോലും കിട്ടാത്ത ഒരു വാക്കുകളായി ഇവളുമാരുടെ വായിന്ന് വരുന്നത്. ഇവളുമാർക്ക് ലജ്ഞയില്ലേ എന്നാണ് ഓർക്കുന്നത്.
ഇവളുമാർക്കൊക്കെ നാണമില്ലയോ, മാനമില്ലയോ? ഇവളുമാര് പോരാങ്കി വേറൊരു കാര്യം, ഇവളുമാരൊന്നും തുണി ധരിക്കത്തില്ലല്ലോ. നാണം എന്തുവാന്ന് മേളിലോട്ട്, നാണവും മാനവും ഉണ്ടെന്ന് മാനം മേളിലോട്ട് നോക്കി കാണണമല്ലോ, അതല്ലേ അവരുടെ മാനം എന്ന് പറയുന്നത്. മേളിലോട്ട് നോക്കി കാണുന്ന അതാണ് അവരുടെ മാനം. അല്ലെ പിന്നെ അന്തസ്സും അഭിമാനം എന്ന് പറയുന്ന മാനം ഇല്ല ഇവളുമാർക്ക്. ഉണ്ടെങ്കിൽ ഇവളുമാരിത് പറയത്തില്ല. അഥവാ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത്രയും ദേഷ്യം കയറി ഇതെന്ന് പറഞ്ഞു തീർന്നു, അവിടെ കൊണ്ട് കളഞ്ഞു പോണം. ഇതിങ്ങനെ ചൊറിഞ്ഞു എല്ലാ മൊബൈലെടുത്ത് നോക്കിയാൽ എത്ര യൂട്യൂബർ ഉണ്ടോ അത് മൊത്തം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാൻ. ഇത്ര അവഗണന പറ്റാൻ ആ മനുഷ്യൻ എന്ത് ചെയ്താ പാവം പിടിച്ചവന്? ഒന്നെങ്കിൽ വാചാലമായിട്ട് നല്ല കഴിവ്, ഇല്ലെങ്കിൽ നല്ല പിന്നെ പ്രവൃത്തി, ലോകം മൊത്തവും അറിയപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലവാരം മുന്നേറുന്ന ഒരാള്, അല്ലെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലം മുതൽ ഇതേപോലെ രാഷ്ട്രീയത്തെ പഠിച്ച് രാഷ്ട്രീയം മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള ഒരു മനുഷ്യന് ഇങ്ങനെയുള്ളവരെ നശിപ്പിക്കുക എന്ന് മാത്രമാണ് ഇതിനകത്ത് കണ്ടേക്കുന്നത്. അല്ലാതൊന്നുമല്ല. ഇങ്ങനെയുള്ളവരെ നശിപ്പിക്കുക, ഇങ്ങനെയുള്ളവരുടെ നാമ്പിഞ്ഞുള്ളുക, അത് പെണ്ണിൽ കൂടെ നടക്കുകയുള്ളൂ. കാരണം എന്നാൽ പെണ്ണൊരുമ്പിട്ടിറങ്ങിയ ബ്രഹ്മനും തടുക്കുകയല്ലെന്നല്ലേ ഒരു പഴഞ്ചൊല്ലുള്ളത്. ഒരു പെണ്ണ് ഒരുമ്പിട്ടിറങ്ങിയാൽ ബ്രഹ്മനും തടുക്കുകയില്ല. അതാണ് ഒരു ലോകം നശിക്കാൻ, നമ്മുടെ ഈ ലോകം നശിക്കാൻ തന്നെ നമുക്കൊരു പെണ്ണ് മതി. ഒരു എന്ത് ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തീയും നുണയും ഇത്തിരേ മതി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞൊരു പെണ്ണ് മതി ലോകം നശിക്കാൻ. ഇതെങ്ങനെ എന്തുവാ സാറേ ഇതിങ്ങനെ? നാണം കേടില്ലേ? ഈ കേൾക്കുന്ന പെണ്ണുങ്ങൾക്കൊരു, ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ അല്ലേ? തെറ്റ് ചെയ്യാതെ പോലും ഇതുപോലൊരാളെ ഇത്രയും കുറ്റാരോപണനാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ദൈവദ്രോഹമല്ലേ ഇവർ ചെയ്യുന്നത്? ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും? ഇങ്ങനെ ഉളുപ്പുണ്ടോ ഇവർക്കൊക്കെ? യുവാക്കളും നേരം വെളുത്ത് ചുമ്മാതെ മൊബൈലെടുത്ത് വെക്കുക, ഒരു യൂട്യൂബ് അല്ലെ എന്തെങ്കിലും ഒന്നുണ്ടാക്കുക, അതിനകത്തോട്ട് കയറിയിരുന്ന് അങ്ങ് നാണം കെട്ട വർത്തമാനം പറയാൻ. എന്ത് വൃത്തിയുടെ ഇത്! ഇവിളുമാരിയൊക്കെ ചൂല വേണ്ടത്. ഇവിളുമാരെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഭാഷ പറയാന്ന് ഇങ്ങോട്ടൊക്കെ ഇവിളുമാരെ കിട്ടാൻ കണ്ടല്ലോ, ഞങ്ങൾ വലിച്ചു കീറി അങ്ങ് വെക്കുകയുള്ളൂ. അതിന് യാതൊരു മാറ്റവും ഇല്ല. എന്തുവാ ഇത്? ഒരു മനുഷ്യത്വമില്ലാത്ത സംസാരം. പോട്ടെ, ഒരു ചെറുപ്പക്കാരനെ ഒരു കരുതിയേക്കുന്നതിന് ഇത്രയുണ്ടോ? അത് പാവം പിടിച്ചൊരു മനുഷ്യനല്ലേ. ആ മനുഷ്യന്റെ ആ ഓരോ വർത്തമാനം കേൾക്കാൻ തന്നെ മിനിഞ്ഞാന്ന് തന്നെ ആ ആഷ്മിയുമായിട്ടുള്ള ആ സംഭാഷണം കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു മാന്യതയെ, നമുക്ക് പോട്ടെ, കോടതിയിലിരിക്കുന്ന കേസല്ലേ, ആ കേസിന് ഇത്രയും വാരി വലിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇതെന്തിങ്ങനെ കേസ്? ഇവളുമാർ അങ്ങോട്ട് ചെന്നിട്ടല്ലേ ഒരു തെറ്റ് ചെയ്യാൻ ഒരാൾ വന്നാൽ ആ ആള് തെറ്റെന്ന് കണ്ടു കഴിയുമ്പോൾ അവൻ്റെ കണ്ണ് കാണുമ്പോൾ അറിയാം. ഒരു നല്ല പെണ്ണുങ്ങൾക്കെന്ന് പറയുന്ന ഒരാണുങ്ങളുടെ കണ്ണ് കാണുമ്പോൾ അറിയാം അവൻ നല്ലവനാണോ അഴുക്കനാണോ. ഒറ്റ നോട്ടത്തിൽ അവൻ മനസ്സിലാക്കും, നമ്മൾ മനസ്സിലാക്കും, എടാ അവൻ നല്ലവനല്ല, അവനുമായിട്ട് ഇടപെടാൻ കൊള്ളുകയല്ല എന്ന് കണ്ട അവിടെ നിർത്തിയാൽ പോരെ? ചീറ്റിങ് അപ്പം അവിടെ നിർത്തണം. ഇവളുമാരെ അങ്ങോട്ട് അഴിഞ്ഞടിച്ച് എന്നേച്ചല്ലേ ഇവളുമാരി വാരിയിട്ട് ഇതിനായിട്ട് ഇങ്ങനെ കുഴയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കാൻ പോലെ, ഇതൊക്കെ കേൾക്കാൻ വരുന്ന ആ ചാനലുകളൊക്കെ ഉണ്ടല്ലോ, മൊത്തം ചുമ്മാതെ ആരും കേൾക്കാൻ നിൽക്കരുത്, കട്ട് ചെയ്തേക്കണം, അതാ വേണ്ടത്. ഇതെന്തോ ഈ വന്ന കാലത്ത് ഇതൊക്കെ കഷ്ടമുണ്ട്, ഇതൊക്കെ ഭയങ്കര കഷ്ടമായി ഇതൊക്കെ. ഞാൻ മസ്കറ്റിൽ നിന്ന് വിളിക്കുകയാണ്. അനന്തലാണ് ആലപ്പി. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പല പ്രാവശ്യം ഈ പിണറായി സർക്കാരിന് എതിരായിട്ട് ഉള്ള കാര്യങ്ങൾ വന്നപ്പോഴും പിണറായിയും സതീശുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്തോ സതീശന്റെ ഒരു വലിയ കേസ് കെട്ടെന്തോ പിണറായിയുടെ കക്ഷത്തിരിപ്പുണ്ട്. അതുകൊണ്ട് അയാൾ എപ്പോഴും പിണറായിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ നിൽക്കാറുള്ളൂ. കുഴൽനാടനെ അടിച്ചിരുത്തി, അതുപോലെ തന്നെയാണ് മാങ്കൂട്ടത്തിനെ, അതുപോലെ തന്നെയാണ് ഇയാൾ ഇപ്പോഴേ തന്നെ മുഖ്യമന്ത്രിയാണെന്നുള്ള മട്ടിലാണ് നടക്കുന്നത്. ഇയാളുടെ ഉടയാത്ത ഉടുപ്പ് വിട്ടുകൊണ്ട് പുള്ളി ഇപ്പം തന്നെ ഭാവിക്കുന്ന പുള്ളി മുഖ്യമന്ത്രി ആയി എന്നാണ് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് ഒരു കോൺഗ്രസ് ഫാമിലിയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, ഈ മനുഷ്യനെ ഒരു കാരണവശാലും ജയിപ്പിക്കാൻ പാടില്ല. ഇയാൾ ജയിപ്പിച്ചാൽ പിണറായി വിജയനൊക്കെ വലിയ അഹങ്കാരിയായിട്ട് മാറി. ഇയാൾ 5 കൊല്ലം ഇരുന്നാൽ മതി. പിണറായി 10 കൊല്ലം കൊണ്ട് അഹങ്കാരിയായെങ്കിൽ ഇയാൾ അതിനൊക്കെ വലിയ അഹങ്കാരിയായിട്ട് മാറും. 5 കൊല്ലം മതി.
കേരളം ഇവ മാറാൻ എന്തിരിക്കുന്നത്? അവന് ഓൾറെഡി അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഉള്ള രീതിയാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ബാക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ അത്ര ശരിയല്ല. അതുകൊണ്ട് തന്നെ പറയാണ് ഈ ചെറുപ്പക്കാർ പിള്ളേര് ഇത് ഇയാളെ മനഃപൂർവ്വം തോപ്പിക്കണം. അടുത്ത മുഖ്യമന്ത്രി കുഴൽനാടനാവട്ടെ. കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ, തരൂര്, ശശി തരൂര്, ഷാഫി പറമ്പില്, രാഹുൽ മാങ്കുട്ടി, ഇവരൊക്കെ ഉണ്ടല്ലോ. എന്തിനാ ഈ കിളവന്മാര് കിടന്നടിക്കുന്നേ? മനസ്സിലായി? ഈ ഇടതുപക്ഷത്തിന് ഒക്കെ ശരിയായ രീതിയിൽ നിർത്താൻ കഴിവുള്ള പിള്ളേരുണ്ടല്ലോ കോൺഗ്രസിൽ. ഈ കടൽ കഴിവന്മാർ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് കിടന്നിരിക്കുന്നത്. ഇവന്റെ ഒക്കെ കയ്യിൽ ഒരുപാട് കുഴപ്പങ്ങളെ കണ്ടൊക്കെ ഉണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് പിണറായിയുടെ കയ്യിലുണ്ട്. കാരണം പോലീസ് അംഗറയിലല്ലേ ഇരിക്കുന്നത്. പിണറായിക്ക് എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടോ ശ്രദ്ധിച്ചോ, ഇവൻ ഈ രാഹുൽ വിഷയമായിട്ട് എന്തെങ്കിലുമായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും രാഹുൽ വിഷയം അല്ലെങ്കിൽ പിണറായി താഴെ ഇറങ്ങാൻ പറ്റിയ എത്രയോ കേസുകൾ ഈ 10 കൊല്ലത്തിനടുത്ത് വന്നു. ആ കുഴൽനാടൻ ഒറ്റയൊരുത്തം മതിയായിരുന്നു. അയാള് വന്നപ്പം അടിച്ചെഴുത്തുകയാണ് ചെയ്ത ഈ സതീശൻ. മനസ്സിലായി? അതൊന്നും മുമ്പോട്ട് കൊണ്ടുവരാൻ അയാൾ സമ്മതിക്കത്തില്ല സതീശൻ ഇതിനേക്കായി വലിയ കള്ളനാണ്. മനസ്സിലായി? അയാളുടെ എന്തോ വലിയ കേസ് കാണിച്ച് പേടിപ്പിച്ച് വെച്ചേക്കാണ് ഈ പിണറായി. അതാണ് ഇതിന്റെ സത്യം എന്ന് പറയുന്നത്. അപ്പൊ അയാൾ അതുകൊണ്ട് ബാക്കിയുള്ള പിള്ളേരൊന്നും രക്ഷപ്പെട്ടു വരാൻ സതീശൻ സമ്മതിക്കത്തില്ല. അയാൾ ഇപ്പം തന്നെ ഒരു അഹങ്കാരത്തോടെ നടക്കുന്നത്, ഞാൻ മുഖ്യമന്ത്രിയാണെന്നുള്ള മട്ടില്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, മാങ്കൂട്ടത്തിന് കെട്ടിയേക്കാനുള്ള പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.